അത് ഇവരുടെ ഈ ബിസിനസിന്റെ ഫൗണ്ടേഴ്സിന്റെ സ്റ്റോറിയിലൂടെയാണ്. ദി എൻഡ് ഒരു 4th ഇയർ ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് വേറെ എനിക്കിത് പറ്റില്ല എന്ന് തോന്നി. റീകണക്റ്റിംഗ് വന്നു. 1-2 കാര്യങ്ങൾ ഞാൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. അപ്പോൾ അതിനകത്ത് ഗ്രാഫിക് ഡിസൈൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതെനിക്ക് മനസ്സിലായത് എനിക്കത് ഒട്ടും പറ്റില്ല എന്നുള്ളത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് മാർക്കറ്റിംഗ് പഠിക്കാമെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ പിന്നെ ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ മറന്നു തെറ്റി. നല്ല കാര്യം ചെയ്താലും നമ്മൾ മോശം കാര്യം ചെയ്താലും പീപ്പിൾ വിൽ ജഡ്ജ്. വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മുടെയൊക്കെ എൻ്റെയും സെയിം ടൈപ്പ് ഓഫ് തോട്ട്സ് തന്നെയാണ്. അശ്വതി ആ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ റിസ്ക് എടുത്തതിന് ഒത്തിരി കാര്യങ്ങൾ അശ്വതിയുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ആളുകൾക്ക് ചിന്തിക്കാം ഫ്രീലാൻസർ എന്താണ്, ഫ്രീലാൻസിങ് എങ്ങനെയാണ്, ഫ്രീലാൻസിങ് എന്താണ് അശ്വതി ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ കൂടെയുള്ളതൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് അശ്വതി ഉഷസ്. അശ്വതി ഒരു എൻജിനീയർ ആയിരുന്ന വ്യക്തി പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അതല്ല തൻ്റെ പാഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് ഫ്രീലാൻസിങ്ങിലേക്ക് തിരിഞ്ഞ ഒരാളാണ്. വെറുതെ ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാതെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ച് സ്വന്തമായിട്ട് നടത്തി ഫ്രീലാൻസിങ് ഇനിഷ്യലി ട്രൈ ചെയ്ത് അതിനുശേഷം ഒരു പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജി ഒക്കെ അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പഠിച്ച് ഇൻസ്റ്റാഗ്രാം ബേസ്ഡ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ലിങ്ക്ഡിൻ ബേസ്ഡ് ഒരുപാട് ഒരു ലിങ്ക്ഡിൻ ബേസ്ഡ് എങ്ങനെ ബ്രാൻഡിങ്, ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒത്തിരി ക്ലയൻസുമായിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് അശ്വതി. അപ്പം ഞാനും അശ്വതിയും തമ്മിൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം കണക്ട് ചെയ്ത ഉടനെ തന്നെ അശ്വതി വളരെ ഹാപ്പി ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം, തിരക്കാണ്, ഫ്രീലാൻസറാണ്, അപ്പം പല ടൈമിലും അൺപ്രഡിക്റ്റബിൾ സ്കെഡ്യൂളാണ് അശ്വതിയുടെ എപ്പോഴും. അപ്പം അതെല്ലാം മാറ്റി വെച്ചിട്ടും അശ്വതി നമുക്കൊരു ടൈം ഫിക്സ് ചെയ്ത് ഇന്ന് ഈ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് അശ്വതി തയ്യാറായി. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് തന്നെ ഞാനൊരു വലിയ താങ്ക് യു അശ്വതിയോട് പറയുന്നു. അപ്പം ഞാൻ അശ്വതിനെ പറ്റിയിട്ട് ഒത്തിരി പറഞ്ഞ് ഇനി പോരടിപ്പിക്കാതെ ഞാൻ അശ്വതിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആദ്യമേ തന്നെ ഞാൻ അശ്വതിനെ ഈ ഷോയിലേക്ക്, ഈ പോഡ്കാസ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ യുവർ സെൽഫ്. അശ്വതി എന്താണെന്നുള്ളത് അശ്വതി തന്നെ പറയുക. താങ്ക് യു സോ മച്ച് സജിത്ത്, എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും ഭയങ്കര സന്തോഷമുണ്ട് വിളിച്ചതിൽ. എൻ്റെയും ഒരു ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണിത്. അപ്പോൾ എനിക്ക് ഭയങ്കര നല്ല സന്തോഷമുണ്ട്. നല്ലൊരു തുടക്കമാവട്ടെ. അപ്പോൾ എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ആറ്റുകാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ ഞാൻ ഒരു സിവിൽ എഞ്ചിനീയറാണ്. എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാൻ ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. പക്ഷേ ഒരു അവസാനത്തെ ടുവേർഡ്സ് ദി എൻഡ് ഒരു 4th ഇയർ ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് വേറെ എനിക്കിത് പറ്റില്ല എന്ന് തോന്നി. കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തതാണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്തായാലും കണ്ടിന്യൂ ചെയ്യില്ല എന്നുള്ളത്. പിന്നെ മെല്ലെ കുറെ നോക്കിയിട്ട് ഒരു MBA എടുക്കാനൊക്കെ ശ്രമിച്ചു. പിന്നെ അത് മുടങ്ങിപ്പോയി. പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് മാർക്കറ്റിംഗ് പഠിക്കാമെന്ന് എനിക്ക് തോന്നിയത്. മാർക്കറ്റിംഗ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ മാർക്കറ്റിംഗ് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബേസിക്സ് ഒക്കെ ഒന്ന് പഠിച്ചു. പിന്നെ ഞാനത് നിഷ് ഡൗൺ ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് പഠിച്ചത്. അങ്ങനെ ഒരു കോഴ്സും കാര്യങ്ങളും എടുത്തിട്ടില്ല, സെൽഫ് ടോട്ട് ആണ്. അപ്പോൾ ഞാൻ നിഷ് ഡൗൺ ചെയ്തു പെട്ടെന്ന് തന്നെ. ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് നിഷ് ഡൗൺ ചെയ്തു. ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് കുറച്ച് ഞാൻ പഠിച്ചു വന്നു. ഒരു 2-3 മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ലിങ്ക്ഡിനിലേക്ക് മാറി. എനിക്ക് റിസൾട്ട് കിട്ടുന്നതിനെക്കാട്ടും എനിക്ക് ലിങ്ക്ഡിനിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട്സ് കിട്ടാൻ തുടങ്ങി. കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി ലിങ്ക്ഡിനിൽ. അങ്ങനെ ഞാൻ ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്തു. ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് നല്ല ഗ്രോത്ത് ഉണ്ടായി. നന്നായിട്ട് കുറേ വർക്കൊക്കെ കിട്ടി. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫുൾ ടൈം ആയിട്ട് ഫ്രീലാൻസിങ് തന്നെയാണ്. ഇപ്പം വേറെ ജോബ്, ഞാൻ ആദ്യം ഫ്രീലാൻസിങ് ഒരു ജോബ് കിട്ടിയിട്ട് പിന്നെ ഒരു സൈഡ് ഹസിലായിട്ട് ഫ്രീലാൻസിങ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഞാൻ പിന്നെ വേറെ ജോബ് ഒന്നും നോക്കണ്ട, ഫുൾ ടൈം ജോബ് നോക്കണ്ട, ഫ്രീലാൻസിങ്ങിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നു ഇപ്പോൾ. അതാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. യെസ്.
ഓക്കെ, നൈസ്, താങ്ക്സ്. ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ്റെ വകയുണ്ട്. കാരണം അശ്വതി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഫോർത്ത് ഇയർ പഠിക്കുമ്പോൾ തന്നെ ഡിസൈഡ് ഉം, ചെയ്തു മാർക്കറ്റിംഗ് ബേസ്ഡ് ആണ് ഇഷ്ടം, പാഷൻ, ഉം, എഞ്ചിനീയറിംഗ് വേണ്ട. നമ്മുടെ നാട്ടിൽ ഉം, എല്ലാവരും ഒരു ഡിഗ്രിക്ക് പുറകെ ഓടുകയാണ്. ഡിഗ്രി ഉം, എല്ലാവരുടെയും ഒരു പ്രഷർ പ്രകാരം. ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തത് പാഷൻ മുഖേനയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഞാനും ഉം, പറയില്ല. നമ്മൾ ആ സമയത്ത് നമ്മളങ്ങ് എടുക്കും. അതിനുശേഷം ഉം, നമ്മൾ അതുമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നാട്ടിലായ പോലും ജോബ്സ് കിട്ടാൻ പാടാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഉം. ജോബ്സ്, നല്ല ജോബ്സ് ഓപ്പർച്യൂണിറ്റീസ് അതെ ഒന്നുമില്ല. ഒത്തിരി അതെ. പേര് പുറത്തു പോവാണ്. അപ്പം ഇതൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കി, ഈ മാർക്കറ്റിങ്ങിനോടുള്ള ഇഷ്ടവും മനസ്സിലാക്കി ഫ്രീലാൻസിങ്ങിലേക്ക് ഇപ്പം അശ്വതിയുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫീൽ ഫ്രീ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ഒരു അടിപൊളി ഇൻസ്റ്റാഗ്രാം ചാനലാണ്. ഞാൻ അശ്വതിയുടെ കണ്ടന്റ്സ് സ്ക്രോൾ ചെയ്യുമ്പോൾ, റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ അശ്വതിയുടെ കണ്ടന്റ്സ് എനിക്ക് പോപ്പപ്പ് ആയി. ഞാൻ അശ്വതിയുടെ കണ്ടന്റ്സ് എല്ലാം കണ്ടു. ഒത്തിരി കാര്യങ്ങൾ അശ്വതി വാല്യൂ, ഒത്തിരി നല്ല വാല്യൂസ് ഇൻസ്റ്റാഗ്രാം വഴി അശ്വതി ഇപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം 22, ഇപ്പൊ നമ്മൾ പഠിച്ചിറങ്ങുന്ന പ്രായം, ഡിഗ്രി എല്ലാവരും പഠിച്ചിറങ്ങുന്ന പ്രായം 20-22 വയസ്സൊക്കെയാണ്. അപ്പൊ എനിക്ക് ആ സമയത്ത് എന്റെ പ്രായത്തിൽ എനിക്ക് അത്രത്തോളം ഒരു ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അശ്വതി എന്നൊരു ഉം, വ്യക്തി ഇത് മനസ്സിലാക്കാനും അതിലേക്ക് ഉം, ഇറങ്ങാനും സ്റ്റാർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ഒരു എഞ്ചിനീയറിംഗ് വേണ്ട എന്ന് തീരുമാനിച്ച് ഒരു ഉം, ഫ്രീലാൻസർ ആകണം, അല്ലെങ്കിൽ ഉം, ഫ്രീലാൻസിങ്ങിലേക്ക് ഒരു ഉം, ഇൻസ്പിറേഷൻ കിട്ടിയത് എങ്ങനെയാണ്? ഉം. ഞാൻ ഫ്രീലാൻസിങ്ങിനെ കുറിച്ച് ആദ്യമായിട്ട് തപ്പുന്നത് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടല്ല. ഞാൻ അതിന് മുന്നേ തന്നെ നമ്മുടെ കോവിഡ് ടൈമില് ഒരു കൊല്ലം വീട്ടിലായിരുന്നല്ലോ. അപ്പൊ ഞാൻ തേർഡ് ഇയർ പഠിക്കുന്ന സമയമായിരുന്നു, ബിടെക്കിന്. അപ്പോൾ തേർഡ് ഇയർ ഫുള്ള്, ഒരു സെക്കൻഡ് ഇയർ ഹാഫ് മുതൽ തേർഡ് ഇയർ ഫുള്ള്, അങ്ങനെ 1.5 കൊല്ലം വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്താണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ബിഞ്ച് വാച്ച് ചെയ്യാൻ തുടങ്ങി, ഫ്രീലാൻസിങ്ങിനെ കുറിച്ചും അങ്ങനെ എന്തെങ്കിലും സൈഡ് ഹസിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അന്ന് ആ സമയത്ത് നമുക്ക് വേറെ പണിയില്ലല്ലോ, അപ്പൊ നമ്മൾ ഇത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കി നോക്കി അപ്പൊ എനിക്കൊരു ബേസ് കിട്ടി, എന്താണ് ഇതെന്നുള്ളത് എനിക്ക് ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടി. പക്ഷെ പിന്നെ അതിൽ പോയില്ല. പിന്നെ കോളേജ് റീസ്റ്റാർട്ടായി. പിന്നെ കോളേജിൽ പോയി, പിന്നെ അങ്ങനെ പഠിത്തമൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് ഒരു നെക്സ്റ്റ്, ഒരു ലൈഫിന്റെ നെക്സ്റ്റ് ഒരു സ്റ്റേജിൽ, നെക്സ്റ്റ് ഒരു ഫേസിൽ ഇനിയൊന്നും ചെയ്യാനില്ല, എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ, അപ്പോഴാണ് വീണ്ടും ഓക്കെ, ജസ്റ്റ് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്താന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ഒരു ഏതെങ്കിലും ഒരു ഫുൾ ടൈം ജോബ്, ഒരു മാർക്കറ്റിംഗ് റോളിലേക്ക് എങ്ങനെയും ഒരു കയറാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രീലാൻസിങ് എനിക്ക് വീണ്ടും ഞാൻ പിന്നീട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ഞാൻ ഒരുപാട് ഇതുപോലെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ നോക്കി, എല്ലാ പ്രോസസ്സുകളും നോക്കി. അന്നൊന്നും പറഞ്ഞു തരാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. ഒരു മെന്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കഷ്ടപ്പാടാണ്. കുറെ നമ്മൾ തന്നെ എല്ലാം റിസർച്ച് ചെയ്യണം, നമ്മൾ തന്നെ ആൾക്കാരെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഓരോ ഡൗട്ട്സ് ചോദിക്കുക, എല്ലാം അങ്ങനെ ഒരു നല്ലോണം അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ആ ഒരു ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ ടൈം റിസർച്ച് ചെയ്ത് കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ ഈ റിസർച്ച് ചെയ്ത കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ ഒക്കെ ചെറുതായിട്ടൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ചെറുതായിട്ട് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ കുറച്ച് റിസൾട്ട്സ് കിട്ടാൻ തുടങ്ങി. പിന്നെ കുറച്ചുകൂടെ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളും, ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളും, അതൊക്കെ കുറച്ചൊന്ന് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ ഇതെന്തായാലും ചെയ്യാം എന്ന് വിചാരിച്ച്, അങ്ങനെ ഒരു സത്യം പറഞ്ഞ ഒരു ഒരു അങ്ങനത്തെ ഒരു ഡിസിഷനാണ്, നമ്മളൊരു റിസ്ക് ആണ് എടുത്തത്. കാരണം ആഹ് ഇപ്പോഴാണെങ്കിലും ഫ്രീലാൻസിങ് അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കരിയർ ഒന്നും അല്ല. നമ്മള് ഒരു സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഇൻകം ആണെങ്കിലും എല്ലാ കാര്യം, എല്ലാ ആസ്പെക്ട്സിലും നോക്കുകയാണെങ്കിലും നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു കരിയർ തന്നെയാണ് ഫ്രീലാൻസിങ് ചെയ്യാന്ന് പറയുന്നത്. എന്നാലും ആ ഒരു റിസ്ക്, ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് റിസ്ക് എടുക്കാം എന്ന് വിചാരിച്ചു. റിസ്ക് എടുത്താലല്ലേ ജയിക്കുള്ളൂ. അതെ. കൊള്ളാം. ഞാനും അശ്വതിയോട് ഒത്തിരി യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനും ഉം, എഞ്ചിനീയറിംഗ് പഠിച്ചു. ഞാൻ എഞ്ചിനീയറിംഗ് തന്നെ ഉം, വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഉം, എനിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഉം, ഇപ്പോൾ യൂട്യൂബ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ. ഉം, നമുക്കിഷ്ടമുള്ളൊരു കാര്യങ്ങൾ ഇപ്പം ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പം ട്രൈ ചെയ്യാനാണ്. അപ്പം തീർച്ചയായിട്ടും അതെ. ഐ കംപ്ലീറ്റ്ലി അഗ്രി ആൻഡ് വെരി ഹാപ്പി ടു സീ ദിസ്. ആ ഒരു തോട്ട് ഉണ്ടാകുകയും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യം. ഉം, അപ്പം എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉം, വേറെ ട്രൈ ചെയ്യണം എന്ന് താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അശ്വതി ഈസ് ആൻ ഇൻസ്പിറേഷൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് ആ തോട്ടിലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണ്. ഷീസ് ടേക്കിംഗ് എ റിസ്ക്. ഡെഫിനറ്റ്ലി ആ റിസ്ക് വെർത്താകും. എൻ്റെ ഇപ്പം തന്നെ അശ്വതിക്ക് ഒത്തിരി കാര്യങ്ങൾ അശ്വതിക്ക് ഇനിയും നമ്മൾ ഈ ഒരുപാട് ചോദ്യങ്ങളിൽ നിന്ന് അശ്വതിയിൽ നിന്ന് നമുക്ക് പറയുമ്പോൾ അശ്വതി ആ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ റിസ്ക് എടുത്തതിന് ഒത്തിരി കാര്യങ്ങൾ അശ്വതിയുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് യെസ്. ബേസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. ഒരു ഫ്രീലാൻസർ എന്ന് പറയുമ്പോൾ പല രീതിയിൽ ആളുകൾക്ക് ചിന്തിക്കാം. ഫ്രീലാൻസർ എന്താണ്, ഫ്രീലാൻസിങ് എങ്ങനെയാണ്, ഫ്രീലാൻസിങ് എന്താണ് അശ്വതി ചെയ്യുന്നത്. അപ്പൊ അശ്വതി ഒരു പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് ആണ്.
ഉം. അപ്പം ആ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താണ്? അത് മാത്രമാണോ ഉം. ഫ്രീലാൻസിംഗിൽ ഉള്ളത്? വേറെയും ഉം. ഫ്രീലാൻസിങ് ടൈപ്സ് ഉണ്ടോ? ഇതിനെ പറ്റിയിട്ടൊക്കെ ഉം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫ്രീലാൻസിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് നമുക്ക് സർവീസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലയൻസിനെ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ക്ലയൻസ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ അവർക്ക് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വേറെ മിഡിലിൽ ആരുമില്ല, നമ്മളും ആ ക്ലയൻറ്റും മാത്രമേ ഉള്ളൂ. ഇതാണ് നമുക്ക് ഫ്രീലാൻസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീലാൻസിങ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് സ്കില്ല് വേണമെങ്കിലും നമുക്ക് ഫ്രീലാൻസിങ്ങിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഏത് സ്കില്ലാണ് ഉള്ളതെങ്കിലും ആകെ ഉള്ളത് ആ സ്കില്ല് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്കില്ലാവണം. ആ ഒരു സ്കില്ല് നമ്മുടെ ജോബ് മാർക്കറ്റിൽ ആവശ്യമുള്ള ഒരു സ്കില്ലായിരിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സർവീസ് ആവശ്യമുള്ളതായിരിക്കണം, ക്ലയൻസിന് ആവശ്യമുള്ള സർവീസ് ആയിരിക്കണം. അത്ര മാത്രമാണ് നോക്കേണ്ടത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കോണ്ടന്റ് റൈറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗ്, പിന്നെ അതൊക്കെ മാർക്കറ്റിംഗിൽ വരുന്നതാണ്. പിന്നെ നമുക്കിപ്പോൾ വെബ് ഡെവലപ്മെന്റ്, വെബ്സൈറ്റ് ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഇതൊക്കെ ക്ലയന്റിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അതൊരു സ്കില്ലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. ഞാൻ ഫ്രീലാൻസിങ്ങിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു എന്ത് സ്കില്ലാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്കില്ലൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സ്കില്ലിലും അങ്ങനെ എക്സെപ്ഷണലി ഗുഡ് എന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്ത് സ്കില്ലിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആകെ ചെയ്തൊരു കാര്യം, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. അപ്പോൾ അതിനകത്ത് ഗ്രാഫിക് ഡിസൈൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതെനിക്ക് മനസ്സിലായത് എനിക്കത് ഒട്ടും പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്, കോപ്പി റൈറ്റിംഗ്, കോണ്ടന്റ് റൈറ്റിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതൊക്കെ ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും പിന്നെ കോണ്ടന്റ് മാർക്കറ്റിംഗ്, അതൊക്കെയാണ് സ്ട്രാറ്റജൈസിങ്, അതൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് അതിലാണ് സ്കില്ല് ഉള്ളതെന്ന് മനസ്സിലായി. പിന്നെ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ച് ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രീലാൻസിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ള സ്കില്ലെന്ന് പറയുന്നത് ഞാൻ കോണ്ടന്റ് സ്ട്രാറ്റജിയും പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പിന്നെയും നമുക്ക് നീഷ് ഡൗൺ ചെയ്യും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നീഷാണ്. അതിൽ തന്നെ നമുക്ക് വീണ്ടും പിന്നെയും നമുക്ക് മാക്സിമം നമുക്ക് നീഷ് ഔട്ട് ചെയ്യാം. ഞാൻ പിന്നെയും നീഷ് ഔട്ട് ചെയ്തത് പേഴ്സണൽ ബ്രാൻഡിങ്ങിലാണ്. പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രാൻഡിങ് ബിസിനസ് ബ്രാൻഡിംഗ് ഉണ്ട്, പേഴ്സണൽ ബ്രാൻഡിംഗും ഉണ്ട്. ഫൗണ്ടർ ബ്രാൻഡിംഗ് എന്ന് പറയും. അതായത് നമ്മളൊരു ബിസിനസ്, ഒരു ഫൗണ്ടറിന്റെ പേരിൽ ഒരു ബിസിനസ് അറിയപ്പെടുക എന്നുള്ളത്, എന്നിട്ട് അതിലൂടെ ആ ബിസിനസ്സിന് ലീഡ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതാണ് ഫൗണ്ടർ ബ്രാൻഡിംഗിൽ വരുന്നത്. അതിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്, അതിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ. ഫൗണ്ടർ ബ്രാൻഡിങ്. ഓക്കെ. ഉം. അപ്പം എനിക്കിതിൽ നിന്ന് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് നോട്ട്സ് മേക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ എനിക്ക് ന്യൂ ഇൻഫർമേഷൻ ആണ്. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പം അല്ല. ഡിജിറ്റൽ എന്ന രീതിയിലേക്ക് മാർക്കറ്റിംഗ് മാറിയപ്പോൾ ഒരുപാട് ടൈപ്സ്, ഇപ്പം അശ്വതി തന്നെ പറഞ്ഞു, ഒത്തിരി നിഷുണ്ട്, ഒത്തിരി കാര്യങ്ങൾ മാർക്കറ്റിങ്ങിലുണ്ട്. എൻ്റെ ഒരു ബിസിനസ്സിന്റെ മെയിൻ പില്ലർ സ്റ്റോൺസിൽ 2 സാധനങ്ങൾ സെയിൽസും മാർക്കറ്റിംഗുമാണ്. ഈ 2 സാധനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ അശ്വതി ഇൻട്രസ്റ്റഡ് ആയിട്ട് അതെന്തുകൊണ്ട്, ഇപ്പൊ അശ്വതി തന്നെ പറഞ്ഞു, ഇപ്പൊ സ്കിൽസ് കണ്ടുപിടിക്കാൻ അശ്വതി പല രീതിയിൽ ട്രൈ ചെയ്തു. ഒടുവിലാണ് ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക്, ഫൗണ്ടർ ബ്രാൻഡിങ്ങിലേക്ക് എത്തിയത്. അത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? അതെന്തുകൊണ്ടാണ് ഇപ്പൊ അതെനിക്ക് അശ്വതിക്ക് അത് പറ്റുമെന്ന് തോന്നാൻ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളല്ലോ കേട്ടോ? കാരണങ്ങൾ, ഒന്നാമത്തെ കാര്യം, നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഒരു ലൈവ് കോൺവെർസേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരോട് ഹ്യൂമൻ ഇന്ററാക്ഷൻ ഒരുപാട് നമുക്ക് ആവശ്യമുള്ളൊരു നീഷാണ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു ഫൗണ്ടറിന് വേണ്ടി അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ഞാൻ പേഴ്സണൽ ബ്രാൻഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും ആ ആളും തമ്മിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. സോ എപ്പോഴും ഒരു ഹ്യൂമൻ കോൺവെർസേഷൻ ആവശ്യമാണ്. അപ്പൊ എനിക്ക് തോന്നി അത് തന്നെയാണ് എനിക്ക് അത് കുറച്ചുകൂടെ ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ വേറെ ഏത് സ്കിൽസിനെക്കാട്ടിയും എനിക്ക് കുറച്ചുകൂടെ എക്സൽ ചെയ്യാൻ പറ്റും തോന്നി. കാരണം ഞാൻ കമ്മ്യൂണിക്കേഷനിൽ എനിക്കൊരു സ്കില്ലുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്രിയേറ്റീവ് ആണ്, പണ്ട് തൊട്ടേ കുറച്ച് ക്രിയേറ്റീവ് ആണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു നീഷാണ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പഠിച്ചു പേഴ്സണൽ ബ്രാൻഡിംഗ്. അതുപോലെ ആദ്യമേ ഫിക്സ് ചെയ്തില്ല എനിക്കിത് വേണം എന്നുള്ളത്. നന്നായിട്ട് പഠിച്ചു പേഴ്സണൽ ബ്രാൻഡിംഗ്, കുറേ പഠിച്ചു. അപ്പൊ പഠിച്ച് നമ്മൾ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും പിന്നെ എനിക്ക് ഫിക്സ് ആയി, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്, ഇതെനിക്ക് വേണം എന്നുള്ള ഒരു ഇത് തോന്നി. അങ്ങനെയാണ് പിന്നെ ഇത് എന്തായാലും കൺഫേം ചെയ്ത് ചൂസ് ചെയ്തു. ഇനി മാറ്റമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ നിന്നു ഇതില്.
ആണല്ലേ? ഓ, നൈസ്. ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിനകത്ത് ഇപ്പോൾ അശ്വതി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലിങ്ക്ഡിൻ ബേസ്ഡ് ഉള്ള ആ പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. അപ്പം യെസ്. നമുക്ക് കുറച്ചുകൂടെ ആളുകൾക്ക് ഇപ്പം ഈ മാർക്കറ്റിംഗ്, ഈ പേഴ്സണൽ ബ്രാൻഡിങ്, ഈ സാധനങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് ആളുകൾക്ക് ആയിരിക്കും കുറച്ചുകൂടെ അതിന്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ടോപ്പിക്കിനെ കൊണ്ടുവരാം. എനിക്ക് ലിങ്ക്ഡിൻ ഉണ്ട്. ഇപ്പം ലിങ്ക്ഡിൻ ഇല്ലാത്ത ആളുകൾ കുറവായിരിക്കും. നാട്ടിൽ ഇപ്പോൾ ലിങ്ക്ഡിൻ ഭയങ്കര പോപ്പുലർ ആണ്. പക്ഷെ ആളുകൾ നാട്ടിൽ എനിക്ക് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വെസ്റ്റേൺ കൾച്ചറിലാണ്. ഇവിടെ ലിങ്ക്ഡിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെറ്റ്വർക്കിംഗ്, ജോബ് ആപ്ലിക്കേഷൻസ് എല്ലാത്തിനും ലിങ്ക്ഡിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നാട്ടിൽ ലിങ്ക്ഡിൻ ഉണ്ട്, പക്ഷെ അത്രത്തോളം ഒരു നല്ല രീതിയിൽ യൂസ്ഡ് ആയിട്ട് വരുന്നുള്ളൂ എന്നാണ് എൻ്റെ കൺസെപ്റ്റ് ആണ്. മേ ബി ഐ എം റോങ്. അശ്വതി കുറച്ചുകൂടെ നാട്ടിൽ നിൽക്കുന്ന കാരണം അശ്വതി കുറച്ചുകൂടെ അറിയാം. അപ്പോൾ ഒരു ഒരു ലിങ്ക്ഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു ആപ്ലിക്കന്റ്, ഒരു ജോബ് ആപ്ലിക്കന്റ് ആവട്ടെ, ഒരു പ്രൊഫഷണൽ ആകട്ടെ, ഒരു ബിസിനസ് ഓണർ ആകട്ടെ, ഒരു ലിങ്ക്ഡിൻ എന്താണ്? ആ ലിങ്ക്ഡിൻ വെച്ചിട്ട് ഒരു ആപ്ലിക്കന്റ് എങ്ങനെയാണ് ലിങ്ക്ഡിനെ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലാണ്, വാട്സപ്പിൽ സ്റ്റാറ്റസിലാണ്, എല്ലാവരും റെഡിയാണ്. പക്ഷെ ഒരു ജോബ് മാർക്കറ്റിൽ വരുമ്പോൾ ലിങ്ക്ഡിൻ എന്നുള്ള സാധനത്തിന്റെ ഇമ്പോർട്ടൻസ് പല ആളുകളും മറന്നു പോകുന്നതായിട്ടും അതിനത്രത്തോളം നല്ല രീതിയിൽ അവരത് ബിൽഡ് ചെയ്യാത്തതുമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടൊന്ന് എലാബറേറ്റ് ചെയ്ത് പറയാമോ? ഇപ്പൊ ലിങ്ക്ഡിൻ ഇമ്പോർട്ടൻറ്റ് ആണ്. ലിങ്ക്ഡിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലിങ്ക്ഡിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളൊരു ജോബ് കിട്ടാനുള്ള ഒരു കരിയർ പെർസ്പെക്റ്റീവ് എന്ന് മാത്രമല്ല, അല്ലാണ്ട് നമുക്ക് ലിങ്ക്ഡിൻ ലെവറേജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സിമ്പിളായിട്ട് ഒരു ആൻസർ പറയുകയാണെങ്കിൽ, ലിങ്ക്ഡിൻ ഇസ് എ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം പോലെയും ഫേസ്ബുക്ക് പോലെയും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലെവറേജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പണ്ടത്തെ കുറച്ച് നാൾ മുന്നേ വരെയുള്ള ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, കാൻഡിഡേറ്റ്സ് ഒക്കെ ജോബിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് മെയിനായിട്ട് ഒരു റെസ്യൂമേ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മളൊരു റെസ്യൂമേ ഉണ്ടെങ്കിൽ ഈ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ, റിക്രൂട്ടേഴ്സിന് ആ ഒരു റെസ്യൂമേ നോക്കി ഇവർക്ക് ഓക്കെ, ആ റെസ്യൂമിൽ എഴുതിയിട്ടുണ്ടാവും ഇന്ന സ്കിൽ ഉണ്ടെന്ന്. ഓക്കെ, റിക്രൂട്ടേഴ്സിന് അതിനപ്പുറം ഒന്നും അറിയില്ല. ഓക്കെ, ഇവർക്കൊരു സ്കിൽ ഉണ്ട് എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കാം. അതല്ലാണ്ട് നമുക്ക് അവർക്ക് ആ സ്കില്ല് ഷോക്കേസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഈ റിക്രൂട്ടേഴ്സിന് അത് പോയിട്ട് ഇത് സത്യമാണോ, ഇത് എത്രമാത്രം ഇവർക്ക് ഇതിൽ സ്കിൽഫുൾ ആണ് എന്നുള്ളത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് റെസ്യൂമിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ, അതുപോലെ ലിങ്ക്ഡിൻ പേജ്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ഇതൊക്കെയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. കാരണം ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും ഷോക്കേസ് ചെയ്യാം. നമുക്കൊരു സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കില്ല് നമുക്ക് വെറുതെ നമ്മൾ ഒരു പേപ്പറിൽ എഴുതി തീരുന്നതല്ല, അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രമാത്രം സ്കിൽഫുൾ ആണ്, നമ്മൾ ഇത്തരം പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പ്രോജക്ട്സ് നമുക്ക് ലൈവായിട്ട് കാണിക്കാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും എടുത്ത് നോക്കാൻ പറ്റും. നമുക്ക് ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. പിന്നെ വേറെ ഏത് ജോബ് പോർട്ടൽസിനെ കാട്ടിയും ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് എപ്പോഴും ലിങ്ക്ഡിൻ ഉള്ളതെന്ന് പറഞ്ഞാൽ, ലിങ്ക്ഡിനിൽ നമുക്ക് ഇതുപോലെ മെസ്സേജസും കാര്യങ്ങളും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും, അവിടെ കോൺവെർസേഷൻസ് നടത്താൻ പറ്റും. നമുക്ക് റിക്രൂട്ടേഴ്സ് ആയിട്ടാണെങ്കിലും, നമുക്കിപ്പോൾ നമ്മുടെ ഫീൽഡിൽ തന്നെയുള്ള പിയേഴ്സുമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ആരുമായിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട്സ് ചോദിക്കാനോ എങ്ങനെ കണക്ട് ചെയ്യാനോ നമുക്കൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നമുക്ക് ലൈവായിട്ട് കോൺവെർസേഷൻസ് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. നമുക്ക് ജോബ് ആപ്ലിക്കൻസിനാണെങ്കിലും അവരുടെ കരിയർ ഒന്ന് അവർക്ക് ബൂസ്റ്റ് ചെയ്യാനും, അവർക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും പല രീതിയിൽ യൂസ് ചെയ്യാം. ജോബ് ആപ്ലിക്കൻസിനാണെങ്കിൽ ആ ഒരു രീതിയിൽ, ജോബ് സീക്കേഴ്സിനാണെങ്കിൽ, അതുപോലെ ബിസിനസ്സുകൾക്കാണെങ്കിൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ ഒരു B2B പ്ലാറ്റ്ഫോം ആണ് ലിങ്ക്ഡിൻ. പക്ഷെ B2B പ്ലാറ്റ്ഫോം മാത്രമല്ല ലിങ്ക്ഡിൻ. എല്ലാ സോഷ്യൽ മീഡിയയും ഇവോൾവ് ആവുന്നത് പോലെ ലിങ്ക്ഡിനും ഇവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ ലിങ്ക്ഡിൻ ഇവോൾവ് ആയി ഇപ്പോൾ B2B പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. നമുക്ക് പല രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ലെവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. ഇൻട്രസ്റ്റിംഗ്. ഈ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഇപ്പം ഞാനിപ്പം ഇവിടെ വന്ന് ജോബ് അപ്ലൈ ചെയ്യാൻ നേരത്ത് ലിങ്ക്ഡിൻ ഇപ്പം റെസ്യൂമേ ബിൽഡ്, അശ്വതി പറഞ്ഞ വളരെ കറക്റ്റാണ്. റെസ്യൂമേ ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഇവിടെ കാര്യമില്ല. നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈല് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HR നമ്മളെ അവർ ഒബ്സർവ് ചെയ്യുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രസൻസ്, ദേ ഡോണ്ട് ഗോ ഇൻസ്റ്റാഗ്രാം, ദേ വാണ്ട് സംതിങ് പ്രൊഫഷണൽ, റൈറ്റ്? അപ്പം അത് തീർച്ചയായിട്ടും ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ആളുകൾ ചെക്ക് ചെയ്യും, അവരുടെ ഒരു പ്രൊഫൈൽ എങ്ങനെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അശ്വതി പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്കിൽസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ലെവറേജ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അപ്പം ലിങ്ക്ഡിൻ ചെയ്യാത്ത അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ലൊരു പ്രൊഫൈൽ പിക്ചർ എടുത്ത് തൊട്ട് ഇട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം.
എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അശ്വതിനെ പോലെയുള്ള ആളുകൾ ഇപ്പൊ ഒരു ലിങ്ക്ഡിൻ ബേസ്ഡ് മാത്രം ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ലിങ്ക്ഡിൻ ആണ് അശ്വതി. അപ്പം ഇങ്ങനെയുള്ള ആളുകളായിട്ട് റീച്ച് ഔട്ട് ചെയ്യുക, ഇവരോട് ചോദിക്കും. ഇപ്പൊ ഞാൻ അശ്വതിയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുക, ബിൽഡ് ചെയ്യുക. അപ്പം ഈ ലിങ്ക്ഡിൻ ഒരു ബ്രാൻഡ്, ലിങ്ക്ഡിൻ ബേസ്ഡ് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഇതിലേക്ക് അശ്വതി എത്തപ്പെട്ടു. ഇപ്പൊ അതിന്റെ ബേസ്ഡ് മാർക്കറ്റിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. ഈ ഇപ്പൊ ഈ ഒരു ഫ്രീലാൻസർ ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും വിചാരം വീട്ടിലിരുന്ന് വീട്ടിൽ എങ്ങും പോകണ്ട, കസേരയിൽ മടി പിടിച്ചിരുന്ന് കിടന്ന് അങ്ങനെയൊക്കെ ഓടി കിടന്ന് വർക്ക് ചെയ്താൽ മതി. എല്ലാവർക്കും ഫ്രീലാൻസിങ് കേൾക്കുമ്പോഴേ മനസ്സിൽ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ അതിന് ഉത്തരമായിട്ട് അശ്വതി തന്നെ ഒരു റീൽ ഇട്ടിട്ടുണ്ട്. റീൽ കണ്ടിട്ടില്ലാത്തവർ പോയി തീർച്ചയായിട്ടും പോയി കാണുക. എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ അതൊന്ന് ചോദിക്കാം അശ്വതി. ഒരു ഫ്രീലാൻസറുടെ ജീവിതം അല്ലെങ്കിൽ ഒരു വീട്ടിലിരുന്നിട്ട് വർക്ക് ഫ്രം ഹോം സിറ്റുവേഷൻ, അവരുടെ ജീവിതം എങ്ങനെയാണ്? അത് ഈ കാണുന്ന പോലെ അക്ര നിൽക്കുന്നവൻ ഇക്കര പച്ച എന്നുള്ള അവസ്ഥയാണോ, എന്താണെന്നുള്ളതൊന്ന് പറയാമോ ഒരു ഫ്രീലാൻസർ ജീവിതം? എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സുഖ ജീവിതമാണെന്ന് അങ്ങനെ വിചാരിക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ ഫ്രീലാൻസേഴ്സ് തന്നെയാണ്. കാരണം ഈ യൂട്യൂബിലൊക്കെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരവരുടെ കോണ്ടന്റിന് നല്ല വ്യൂസും റീച്ചും കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവർ തന്നെയാണ് ഇവർക്കൊരു വളരെ ഒരു എക്സെപ്ഷണലി ഗുഡ് ഫാൻസി ലൈഫ് സ്റ്റൈൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഈ ഫാൻസി ലൈഫ് സ്റ്റൈൽ ഇമ്പോസിബിൾ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പോസിബിൾ ആണ്. പക്ഷെ ഇത് കണ്ടിട്ട് മാത്രം ഫ്രീലാൻസിങ്ങിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്, അവരാണ് ശരിക്കും ട്രാപ്പിലാവുന്നത്. അതുപോലെ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ കുറെ ക്ലിക്ക് ബേറ്റ്സ് നമുക്ക് കാണാം. ഞാൻ ഇത്ര പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ ഇത്ര 1 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തിട്ട് ഞാൻ ദിവസം ഇത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഞാനൊരു വീട് വാങ്ങി, കാറ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ പോസിബിൾ ആണ്. പക്ഷെ ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അത്രയും വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവുക. അല്ലാതെ ഫസ്റ്റ് ആദ്യത്തെ ദിവസം തന്നെ ഇത്രയും ഒരു പേർക്സ് ഒന്നും കിട്ടില്ല. അപ്പോൾ പലരും സ്റ്റാർട്ട് ചെയ്യുന്ന പലരും ഇപ്പൊ എനിക്കാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും മെസ്സേജ് വരുന്നതാണ്, എനിക്കും ഫ്രീലാൻസിങ് ചെയ്യണം, എനിക്കും ഇതേപോലെ ജീവിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ജീവിക്കാതിരിക്കട്ടെ. നിങ്ങൾ ഒരു ഫസ്റ്റ് ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ ശരിക്കും ഭയങ്കര കഷ്ടപ്പെടാണ്. ഞാൻ ഒരു 12-13 hours ഒക്കെ ഞാൻ ഡെയിലി വർക്ക് ചെയ്തിട്ടുണ്ട്, ഉറങ്ങാണ്ട്. ഉറക്കമൊക്കെ നമുക്ക് ഭയങ്കര ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ. പിന്നെയാണ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് നമ്മൾ ആ ഒരു ട്രാക്കിൽ വരും, പിന്നെ ശീലാവും. എന്നാലും പിന്നെ ഒരു ട്രാക്കിൽ വരും, പിന്നെ നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആവും. എക്സ്പീരിയൻസ് കൂടുമ്പോൾ, നമ്മുടെ എക്സ്പെർട്ടൈസ് കൂടുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു വാല്യൂ വരും, നമുക്ക് ഇൻഡസ്ട്രിയിൽ ഒരു പൊസിഷൻ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമുക്ക് ഈ പെർക്സ് ഒക്കെ കിട്ടുന്നത്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വർക്ക് ചെയ്താൽ മതി, ഇത്ര സമയം മാത്രം വർക്ക് ചെയ്താൽ മതി എന്നൊക്കെയുള്ള ഇങ്ങനെ നല്ല നല്ല പെർക്സ് കിട്ടുന്നത്, നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്യാം, നല്ല രീതിയിൽ ഏൺ ചെയ്യാം എന്നുള്ള ഇതൊക്കെ നമുക്ക് പിന്നീട് വരുന്ന പെർക്സ് ആണ്. ആദ്യത്തെ സമയത്ത് ഇങ്ങനെയല്ല. ആദ്യത്തെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഏത് സ്കില്ല് ചൂസ് ചെയ്ത് ഫ്രീലാൻസിങ് എടുക്കുന്നവരാണെങ്കിലും കുറച്ചധികം ബുദ്ധിമുട്ടാണ്. പക്ഷെ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ പോസിബിൾ ആണ്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇത് തന്നെയാണ്. ഇത് ഇങ്ങനെ പെട്ടെന്ന് ക്ലിക്ക് ബേറ്റ്സ് കണ്ടിട്ട് വരും, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിന്റെ കഷ്ടപ്പാട് മനസ്സിലാവും, അവർ ഡ്രോപ്പ് ചെയ്തിട്ട് പോകും, എന്നിട്ട് ഇത് വർക്ക് ചെയ്യില്ല എന്ന് പറയും. ആരാണോ ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ഡിറ്റർമിനേഷനോടെ ഇത് നിൽക്കുന്നത്, അവർ മാത്രമേ സക്സസ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫാൻസി ലൈഫ് സ്റ്റൈൽ ഒന്നുമല്ല എനിക്ക്. പേഴ്സണലി ഫാൻസി ലൈഫ് സ്റ്റൈൽ ഒന്നുമല്ല എനിക്ക്. ഇപ്പോഴും അങ്ങനെയൊന്നുമല്ല. ഞാൻ ഭയങ്കര ബോറിങ് ലൈഫ് തന്നെയാണ് എനിക്ക്. പിന്നെ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നു കരിയറിൽ, അത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ചില ദിവസങ്ങൾ പിന്നെ ഹൈലി സ്റ്റെബിലിറ്റി ഒട്ടും ഇല്ല. എന്ത് കാര്യത്തിനാണെങ്കിലും, ഏതൊരു ആസ്പെക്ട് എടുത്ത് നോക്കുകയാണെങ്കിലും, അപ്പൊ നമ്മൾ ഇൻകം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻകം സ്റ്റേബിൾ അല്ല. എനിക്കിപ്പോൾ ഒരു മാസം എനിക്കിപ്പോൾ ഒരു എക്സ് എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് നെക്സ്റ്റ് മാസം ചിലപ്പോൾ അതിലും കുറവായിരിക്കും, ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതുപോലെ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് അൺസ്റ്റേബിൾ ആണ്. ചില ദിവസം എനിക്ക് ഒന്നും വർക്ക് ചെയ്യാനുണ്ടാവില്ല, ഞാൻ നേരത്തെ പണിയൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനുണ്ടാവില്ല, വെറുതെ ഇരിക്കാം. ചില ദിവസം ഉറങ്ങാൻ പോലും പറ്റില്ല, നമ്മൾ രാവിലെ എണീറ്റ് രാത്രി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അതൊക്കെ ഭയങ്കര എല്ലാ കാര്യങ്ങളും ഒരു അൺസ്റ്റേബിൾ ആണ്. പിന്നെ നമ്മൾ റുട്ടീനൊക്കെ ഉണ്ട്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള റുട്ടീൻ. ഞാനാണെങ്കിൽ ഇപ്പൊ പേഴ്സണലി എനിക്ക് രാവിലെ 9 to 6 ഞാൻ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു റുട്ടീൻ ഉണ്ട്. പക്ഷെ എന്നാലും ചില ദിവസങ്ങളിൽ നമുക്ക് 6 വരെ നിൽക്കൂല, അതിനപ്പുറം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. 10, 11, 12 വരെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീക്കേണ്ടി വരും.
അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ എന്തായാലും ഒരു ഫാൻസി ലൈഫ് സ്റ്റൈൽ അല്ല. പിന്നെ അതുപോലെ വേറെയും കുറെ പ്രശ്നങ്ങളുണ്ട്. മിക്കവാറും ഫ്രീലാൻസേഴ്സ് വീട്ടിലിരുന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് ഐസൊലേഷൻ അങ്ങനത്തെ പ്രശ്നമൊക്കെ വരാറുണ്ട്. നമ്മളൊരു ലോങ് ടേമിൽ അങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ അതിന് നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. നമുക്ക് എപ്പോഴും, അതായത് നമുക്ക് ഓഫീസ് ഇല്ല, നമുക്ക് കൊളീഗ്സ് ഇല്ല. അപ്പൊ നമുക്ക് നേരിട്ട് സംസാരിക്കാനോ നമ്മൾ ആൾക്കാരെ കാണുന്നില്ല. അത് 1-2 ദിവസം പോട്ടെ, പക്ഷെ കുറേ നാളാവുമ്പോഴേക്കും ഒരു ലോങ് ടേമിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പലർക്കും ബേൺ ഔട്ടും ഡിപ്രഷനും ഒക്കെ വരാറുണ്ട്. അപ്പോ അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഫേസ് ചെയ്യാൻ ആരാണോ റെഡി ആയിട്ടുള്ളത്, അത്രയും ഡിറ്റർമിൻഡ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും സക്സസ്ഫുൾ ആവും. അതാണ്. ഇത് ഇപ്പം ഉം. അശ്വതി പറഞ്ഞ കാര്യം, ഇപ്പം ഒരു വീഡിയോ എടുത്ത് ഇടുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് എനിക്ക് അറിയാം. ഇപ്പം അശ്വതിയും ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഉം. റീൽസ് പോസ്റ്റ് അതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ അതെ അതെ. കാണുന്ന പോലെയല്ല, ഇതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഒരുപാട് അതെ അതെ. ഒരുപാട് പെയിൻ ഉം. എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ഇനീഷ്യലി സെറ്റപ്പ് ചെയ്യാൻ ഒത്തിരി ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് വന്നു. ഒരുപാട് ഉം. കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉം. പ്രോബ്ലംസ് വന്നു. പക്ഷെ അതിൽ നിന്ന് അശ്വതി ഉം. ഷീ വാസ് ഞാൻ ഓൾറെഡി എനിക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് ഐ വാസ് വെരി പേഷ്യന്റ്. അശ്വതിയും ഇത് കാര്യങ്ങൾ വർക്ക് ആവുന്നില്ല കണ്ടപ്പോൾ ഷീ വാസ് വെരി പേഷ്യന്റ്, ഷീ വാസ് റെഡി ടു ഫിക്സ് ഇറ്റ്. പല കാര്യങ്ങളും ഞങ്ങൾ ട്രൈ ചെയ്ത് ക്യാമറ മാറ്റി നോക്കി, ഞങ്ങൾ മൈക്രോഫോൺ മാറ്റേണ്ട വന്നു, ബ്രൗസർ മാറ്റേണ്ട വന്നു, പല രീതിയിൽ ആപ്പ് മാറ്റേണ്ട, ഞങ്ങൾ പല രീതിയിൽ ട്രൈ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത് ഈ പുറമേ കാണുന്ന പോലെ ഒരു കാര്യവും എളുപ്പമല്ല, വീഡിയോയിൽ കാണുന്ന പോലെ അല്ല എന്നുള്ളത് അതെ. കറക്റ്റാണ് അശ്വതി പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ഈ കഷ്ടപ്പാടെല്ലാം ചെയ്ത് ഫ്രീലാൻസിങ് ബേസ്ഡ് ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ റുട്ടീൻ ബിൽഡ് ചെയ്തൊരു വ്യക്തിയാണ്. അങ്ങനത്തെ റുട്ടീൻ ബിൽഡ് ചെയ്യും. ഇപ്പൊ അശ്വതിയുടെ ഇൻസ്റ്റാഗ്രാം റീലുകളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അശ്വതി ഒരു ടൈം ബ്ലോക്ക് ചെയ്യും. രാവിലെ 9 തൊട്ട് ഇത്ര മണി വരെ ഒരു ടൈം ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിൽ അശ്വതി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കും. ഞാനിപ്പോൾ ചെയ്യുന്ന കണ്ടന്റ്സും പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നുള്ള കണ്ടന്റ്സും ഞാൻ ഇങ്ങനത്തെ ടെക്നിക്സും പേഴ്സണലി നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇതിനെ പറ്റിയിട്ടാണ് ഞാനും കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. ഇതിനെ ബേസ്ഡാണ് ഞാൻ കണ്ടന്റ്സ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പം അശ്വതി അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, റുട്ടീൻ ബിൽഡ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അതുപോലെ തന്നെ അശ്വതി ഈ ജേർണിയിൽ, ഈ ഒരു ഫ്രീലാൻസിങ് റുട്ടീൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വതി എടുത്ത ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയ സ്ട്രാറ്റജീസ് പറയാമോ? എടുത്ത ഡിസിഷൻ, ചില ഡിസിഷൻസ് അശ്വതി ഫേമായിട്ട് എടുക്കുന്നുണ്ട്. ആ ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് റുട്ടീൻ ബിൽഡ് ആകുന്നത്. അപ്പൊ അങ്ങനെ എടുത്ത ഇമ്പാക്ട്ഫുൾ സ്ട്രാറ്റജീസ് ഒന്ന് പറയാമോ? ഓക്കെ. ഞാൻ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് സത്യം ഇതുപോലെ വീട്ടിലിരിക്കുന്ന വർക്ക് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്താൽ മതി, അങ്ങനെയുള്ള പിന്നെ നമുക്ക് ഇതുപോലെ ഡെഡ് ലൈൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള റീസൺസ് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അൺഹെൽതി ലൈഫ് സ്റ്റൈല് ഉണ്ടായിരുന്നു കുറെ നാളത്തേക്ക്. ഇപ്പോഴും പറയുകയാണെങ്കിൽ കുറെയൊക്കെ അൺഹെൽതി തന്നെയാണ്. ആ ഒരു അൺഹെൽതി ലൈഫ് സ്റ്റൈൽ, ഭയങ്കരമായിട്ടുള്ള ഒരു അൺഹെൽതി ലൈഫ് സ്റ്റൈൽ വന്നപ്പോഴാണ് ഞാൻ ഡിസിഷൻ എടുത്തത്, ഇത് ഞാൻ തന്നെ, എനിക്കിപ്പം എന്നെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, എന്നെ മാനേജ് ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാൻ ആരുമില്ല. അപ്പൊ ഞാൻ തന്നെയാണ് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലൈഫ് ലോങ് ഈ ഒരു അൺഹെൽതി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പോകേണ്ടി വരും. അത് ഇറ്റ് ഇസ് ഗോണ എഫക്ട് മൈ ഹെൽത്ത്, ബോഡി എല്ലാം. അപ്പൊ ഭയങ്കരമായിട്ട് എനിക്കൊരു പ്രശ്നം വരും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ എണീക്കില്ല. എനിക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ രാവിലെ എണീക്കാനായിട്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിൽ, കോളേജിൽ പഠിക്കുമ്പോഴായിരിക്കൊക്കെ ക്ലാസ് തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുന്നേക്കെ എണീക്കുള്ളൂ. അത്രയ്ക്ക് എനിക്ക് ഇപ്പോഴും എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഞാന് ഒന്ന് കറക്റ്റായിട്ട്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ ഞാൻ ഉച്ചയൊക്കെ ആകുമ്പോൾ എണീക്കും, പിന്നെ വർക്ക് ചെയ്യും. അപ്പൊ രാവിലെ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ വർക്ക് പെൻഡിങ് ഉണ്ടാവും. അപ്പൊ രാത്രി ലോങ് ആയിട്ട് ഇരിക്കേണ്ടി വരും. അപ്പൊ രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ട് കിടക്കുന്നു. പിന്നെ അതുപോലെ ഫുഡാണെങ്കിലും നമ്മൾ അങ്ങനെ തോന്നിയ പോലെ കഴിക്കുന്നു. അപ്പോൾ അത്ര അൺഹെൽതി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ വന്നു. ആ റിയലൈസേഷൻ വന്നപ്പോഴാണ് ഞാൻ റുട്ടീൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് എനിക്ക് അത്രയും ഒരു അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. റുട്ടീൻ ഉണ്ടാക്കിയെടുത്തു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ സത്യം പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെയൊക്കെ എണീക്കാറുണ്ട്. ഇപ്പൊ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കും. പക്ഷെ അത് ഒത്തിരി നേരത്തെ അല്ല, ബട്ട് സ്റ്റിൽ എന്റെ പഴയ ഒരു വേർഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒത്തിരി നേരത്തെയാണ്. ആ ഒരു 10 മണി ടൈം, അതായത് ഡേ ടൈമിൽ ഫുൾ ഞാൻ നോർമലി ഇപ്പൊ സാധാരണ ഓഫീസിൽ പോകുന്ന ആൾക്കാരെ പോലെ തന്നെ നോർമലി ഒരു ഡ്യൂറേഷനിൽ വർക്ക് ചെയ്യും. പിന്നെ വർക്ക് കഴിഞ്ഞ് ഒരു 6 o'clock കഴിഞ്ഞ് ഞാൻ റാപ്പപ്പ് ചെയ്യും. പിന്നെ ഉള്ള ടൈം ബാക്കി നമ്മുടെ പരിപാടികൾ, ഫാമിലി ടൈം, അങ്ങനെ ബാക്കി പരിപാടികളായിട്ട് കൊണ്ടുപോകാനായിട്ട്, അങ്ങനെ ഒരു റുട്ടീൻ ബിൽഡ് ചെയ്യാനായിട്ട് അത് ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിച്ച് അങ്ങനെ ഞാൻ
അത്രയും എന്താ പറയാ, അത്രയും കഷ്ടപ്പെട്ടെടുത്ത ഒരു ഡിസിഷനുമാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കുറച്ച് അൺഹെൽതി ഹാബിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് അത്രയും ബുദ്ധിമുട്ട് വന്നത്. പിന്നെ ചെറിയ ചെറിയ ഹാക്സ്, പ്രൊഡക്ടിവിറ്റി ഹാക്സ് ഒക്കെ, അതായത് ഇപ്പം ഈ വർക്ക് ബ്ലോക്കിന്റെ കാര്യം പറയാം. വർക്ക് ബ്ലോക്ക് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ ഡീപ്പ് വർക്ക് ചെയ്യാറുണ്ട്. എനിക്ക് മൊബൈൽ ഫോൺ എനിക്ക് അങ്ങനെ വലിയൊരു അഡിക്ഷൻ ഒന്നുമില്ല. ടച്ച് വുഡ്, എനിക്ക് അങ്ങനെ അഡിക്ഷൻ ഇല്ല. അപ്പൊ എനിക്ക് ഫോൺ എനിക്ക് എത്ര നേരം വേണമെങ്കിലും എനിക്ക് മാറ്റി വെച്ചിട്ട് എനിക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും നന്നായിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും എനിക്ക് ഒരു ഡീപ്പ് വർക്ക് ഉണ്ടാവും, ഒരു വർക്ക് ബ്ലോക്ക് എനിക്ക് 2-3 വർക്ക് ബ്ലോക്സ് ഉണ്ടാവും. അതിൽ ഒരെണ്ണം എക്സ്ട്രീംലി ഡീപ്പ് ആയിട്ടുള്ള ഒരു വർക്ക് ബ്ലോക്ക് ആയിരിക്കും. അത് ഏകദേശം ഒരു 3 hours 4 hours ഉള്ളതായിരിക്കും. ആ ടൈമിൽ ഞാൻ ഫോൺ ചെക്ക് ചെയ്യത്തേ ഇല്ല. അത് മിക്കവാറും രാവിലത്തെ ഒരു ടൈം ആയിരിക്കും. ഫോൺ ചെക്ക് ചെയ്യത്തേ ഇല്ല. എന്റെ മാക്സിമം ഒക്കെ എന്റെ ഒരു 80% ഓഫ് വർക്കും ആ ഒരു വർക്ക് ബ്ലോക്കിലാണ് തീരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള, അത് ഞാൻ ഈ റുട്ടീനൊക്കെ ബിൽഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയത്. ആ ഒരു വർക്ക് ബ്ലോക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക്. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ബൗണ്ടറീസ് ആണ്. ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഫ്രീലാൻസേഴ്സിന് ബൗണ്ടറീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, സത്യം പറഞ്ഞ. ബൗണ്ടറീസ് ഇല്ല. നമുക്ക് അങ്ങനെ ഒരു ഫിക്സഡ് ടൈമും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത, നമുക്ക് സാധാരണ ഓഫീസിലാണെങ്കിൽ, ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം 5 മണിയാകുമ്പോൾ നമ്മൾ അവിടുന്ന് ചാടുന്നു. പിന്നെ നമ്മൾ ഒരു ഫോൺ ഓഫ് ആക്കിയൊക്കെ, പിന്നെ ആര് വിളിച്ചാലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവിടെ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഫ്രീലാൻസിംഗിൽ നമുക്ക് ബൗണ്ടറീസ് ഇല്ല. അത് പല ആൾക്കാരും വെക്കാത്തതാണ്, ആ ഒരു ബൗണ്ടറീസ് വെക്കുന്നില്ലാത്തതാണ്. അപ്പൊ ഞാൻ അതും ഒന്ന് ഡിസൈഡ് ചെയ്തു. ബൗണ്ടറീസ് ഞാൻ വെക്കാൻ പോവാണ്. വർക്ക് ഇസ് വർക്ക്, ലൈഫ് ഇസ് ലൈഫ്. എനിക്ക് രാവിലെ തൊട്ട് ഫ്രീലാൻസർ ആണ്, വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഞാൻ അവൈലബിൾ ആവില്ല എന്നുള്ള ഒരു ബൗണ്ടറി ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ട്, എനിക്ക് വർക്ക് ഇസ് വർക്ക്, ലൈഫ് ഇസ് ലൈഫ്, അത് ഞാൻ തന്നെ സെറ്റ് ചെയ്ത്, എൻ്റെ ഒരു മന്ത്രയാണത്. ഞാൻ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജി അത് ബിൽഡ് ചെയ്ത്, അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആയിട്ടുണ്ട് എനിക്കാണെങ്കിലും. ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ വർക്ക് എടുക്കേണ്ട ആവശ്യമില്ല. വർക്ക് മെസ്സേജസ് നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു ബൗണ്ടറീസ് എന്ന് പറയുന്നത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. പിന്നെ വേറെ എന്താണ്? വേറെ ആം, എനിക്ക് എനിക്ക് ഈ അടുത്ത് അബൌട്ട് എ മന്ത് എഗോ എനിക്കൊരു ബേൺ ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സിവിയർ ബേൺ ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സസീവ് വർക്ക് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ബ്രേക്കും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രേക്ക്, അല്ലെങ്കിൽ ഈ ബേൺ ഔട്ടിന് ശേഷം, ആ ഒരു ഫേസിന് ശേഷം ഞാൻ ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ്, എനിക്ക് കുറച്ചുകൂടെ ഒരു ആൾക്കാരുമായിട്ട് കൂടുതൽ സംസാരിക്കുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതും, പിന്നെ ഒരു നെറ്റ്വർക്കിംഗ് കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഐസൊലേഷൻ നമുക്കുണ്ട്. ഫ്രീലാൻസേഴ്സിന് പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ കുറെ ആൾക്കാർക്ക് ഐസൊലേഷൻ ഉണ്ട്. അത് ഞാൻ ഇനി ഒരിക്കൽ കൂടെ ഞാനൊരു ഐസൊലേഷനിലേക്ക് എത്തിക്കില്ല, എന്നെ ഞാൻ എത്തിക്കില്ല എന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ പുറത്ത് പോവുകയും ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി റീച്ച് ഔട്ട് ചെയ്ത് നമുക്ക് സംസാരിക്കുകയും. ഒരു സമയത്ത് വെച്ചാൽ, ഞാൻ ഈ ബേൺ ഔട്ട് വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ ദിവസങ്ങളോളം ഒരു മനുഷ്യനോട് സംസാരിക്കാണ്ടിരുന്നിട്ടുണ്ട്. റൂമിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പുറത്ത് റൂമിന്റെ അപ്പുറത്തുള്ള ഡൈനിങ് ടേബിളിൽ പോകും, തിരിച്ചു വരും. വീട്ടുകാരോട് പോലും സംസാരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്, അത്രയും എക്സസീവ് വർക്ക് വന്നതുകൊണ്ട്, ഇതൊക്കെ കൊണ്ടാണ്. അപ്പൊ അത് പിന്നെ സ്ലോലി എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇത് ബേൺ ഔട്ട് ആണ്, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നെയും എഫക്ട് ചെയ്യാൻ തുടങ്ങി, വർക്കിനെയും എഫക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാനൊരു ഡിസിഷൻ എടുത്തതാണ്, ഇത് എനിക്ക് എന്തായാലും ചെയ്തേ പറ്റൂ. സഫീഷ്യന്റ് ബ്രേക്സ് എടുക്കണം. പിന്നെ കുറച്ചുകൂടെ ഫാമിലി ടൈം, ഫ്രണ്ട്സ് ടൈം, അതൊക്കെ വേണം. കുറച്ചുകൂടെ എനിക്ക് വേണ്ടി വർക്ക് എന്ന് പറഞ്ഞ് നിൽക്കാണ്ട് എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ മാറ്റി വെക്കണമെന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോ അത് നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. പണ്ടത്തതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഞാനത് മാനേജ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ്. വണ്ടർഫുൾ. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ സത്യങ്ങൾ. നമ്മൾ പുറമേ കാണുന്ന എല്ലാവർക്കും ഫ്ലാഷി ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇപ്പം അശ്വതിയുടെ കേസിലാണ്, അശ്വതി ഇപ്പോൾ ചെയ്ത 3 കാര്യങ്ങളാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഒന്ന്, ഒരു റുട്ടീൻ ബിൽഡ് ചെയ്തു. രണ്ടാമതായിട്ട് പ്രോപ്പറായിട്ട് ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്തു. മൂന്നാമതായിട്ട് അലോൺ ടൈം, സ്വന്തമായിട്ടുള്ള സമയം പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആരംഭിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യന് ബേസിക്കലി ഇപ്പോൾ വേണ്ട ഒരു കാര്യമാണ്. ഇപ്പം എല്ലാവരും ഓവർ വർക്ക്ഡ് ആണ്. ഇപ്പം ഞാനും ബേൺഡ് ഔട്ട് ആയ സിറ്റുവേഷൻസ് ഉണ്ട്. എനിക്കും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഞാനും റിക്കവർ ചെയ്ത സെയിം സ്ട്രാറ്റജീസ് ഒക്കെ തന്നെയാണ്.
അപ്പോൾ എന്തായാലും ഒത്തിരി താങ്ക്സ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ലൈക്ക് ഇത്രയും ഓപ്പൺ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് പെയിൻ ദാറ്റ് യു ആക്ച്വലി ഹാവ് ടു ടേക്ക് എന്നുള്ളൊരു സാധനം അത് കറക്റ്റായിട്ട് ആക്ച്വലി പറയുന്നുണ്ട്. കാരണം ഇത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇതൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം യെസ്, എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് അങ്ങനെ ഓവർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഈവൻ ഫ്രീലാൻസേഴ്സ് മാത്രമല്ല അല്ലാണ്ടും ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് മാത്രം സംഭവിക്കുന്നതല്ല. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഇപ്പം പണ്ടൊക്കെ വീട്ടില് അപ്പൻ മാത്രം വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ അച്ഛൻ മാത്രം വർക്ക് ചെയ്താൽ മതി. ഇപ്പോഴത്തെ കാലത്ത് അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് കാര്യങ്ങൾ ഓടുന്നത്. അപ്പം അത്രത്തോളം ഫാസ്റ്റ് പേസ്ഡ് ലൈഫാണ്. അപ്പം എല്ലാവരും ഒരു പോയിന്റിലും എല്ലാവർക്കും വർക്കോ അതുപോലെ ജോബോ ബിസിനസ്സോ എന്ത് റിലേറ്റഡ് ആയാലും ബേൺ ഔട്ട് ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഓൺ ഡിസിഷൻ തന്നെയാണ്. അശ്വതിയുടെ ബുദ്ധിമുട്ട് തന്നെ എല്ലാവർക്കും ഒരു വേറെ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്, ഉറപ്പാണ്. ഇനി അശ്വതിയുടെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഒരു പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് ആണ് അശ്വതി എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒരു നല്ലൊരു സ്ട്രോങ് ബ്രാൻഡ് ഐഡന്റിറ്റി? ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പം യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്, ഷോർട്സ് ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ഷോർട്സ് ഇടുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ അതിനെ പറ്റിയിട്ട് അത്ര ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഒരു സ്ട്രോങ് ബ്രാൻഡ് ഐഡന്റിറ്റി ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്റെ ഈ ബഡ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ലോ ബാറ്ററി. ആണോ? അല്ല ഞാൻ നോർമൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റോറിയാണ്. നമുക്ക് എല്ലാവരുടെയും പേഴ്സണൽ ബ്രാൻഡ് ഡിഫറെൻ്റ് ആണ്, യുണീക്ക് ആണ്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറി വളരെ യുണീക്ക് ആയതുകൊണ്ടാണ്. നമ്മുടെ സെയിം സ്റ്റോറി ആയിരിക്കില്ല, നമ്മുടെ സെയിം ലൈഫ് സ്റ്റോറി ആയിരിക്കില്ല ഒരിക്കലും വേറെ, ഡിഫറെൻ്റ് ആണ്. അത് തന്നെയാണ് നമുക്ക് ബ്രാൻഡിങ്ങിന് വേണ്ട ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെന്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ പല ബിസിനസ്സുകളും അറിയപ്പെടുന്നത് ഇവരുടെ ഈ ബിസിനസിന്റെ ഫൗണ്ടേഴ്സിന്റെ സ്റ്റോറിയിലൂടെയാണ്. കുഴപ്പമില്ല. ഓക്കെ, ബ്ലൂപ്പേഴ്സ്. കുഴപ്പമില്ല, ഇതൊന്നും കുഴപ്പമില്ല, എല്ലാവർക്കും ശ്രദ്ധിക്കുന്നു. പറഞ്ഞോ. അപ്പം ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റോറി തന്നെയാണ്. അപ്പോൾ എല്ലാ പേഴ്സണൽ ബ്രാൻഡ്സും ഡിഫറെൻ്റ് ആണ്, യുണീക്ക് ആണ്. ആ യുണീക്ക് ആവുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ എൻ്റെ സ്റ്റോറി ആയിരിക്കില്ല ഇപ്പൊ സജിത്തിന്റെ സ്റ്റോറി, നമ്മുടെ സ്റ്റോറി ആയിരിക്കില്ല വേറൊരാളുടെ സ്റ്റോറി, വളരെ ഡിഫറെൻ്റ് ആണ്. എല്ലാവരുടെയും ലൈഫ് സ്റ്റോറീസ് ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ഉള്ള എല്ലാവരെയും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം അവരുടെ സ്റ്റോറി എന്താണെന്നുള്ളത്. അവരുടെ സ്റ്റോറിയിലൂടെയാണ് നമ്മൾ അവരെ കണക്ട് ചെയ്യുന്നത്, ആൾക്കാരെ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് എടുത്ത് നോക്കുകയാണെങ്കിലും പല ബിസിനസ്സുകളും ഈ ബിസിനസിന്റെ ഫൗണ്ടേഴ്സിന്റെ ലൈഫ് സ്റ്റോറി കാരണം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അത് അവരുടെ ഒരു ബേസ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് പേഴ്സണൽ ബ്രാൻഡിൽ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്, സ്റ്റോറി. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി ക്രാഫ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് കുറെ പുതിയ ഇൻസിഡൻസും കുറെ കാര്യങ്ങളും നമ്മൾ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ സ്റ്റോറി എന്താണോ അത് അത്രയും യുണീക്ക് ആയിട്ട്, അത് അത്രയും ഒത്തന്റിക് ആയിട്ട്, എന്താണോ ശരിക്കും നടന്നത് അത് നമ്മൾ ബ്യൂട്ടിഫുള്ളി നമ്മൾ ക്രാഫ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും പല ഗോൾസ് ആണ്. ചിലർക്ക് ഇപ്പോൾ ഫ്രീലാൻസേഴ്സോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ലീഡ് ജനറേഷൻ ചെയ്യുക അവരുടെ ബിസിനസ്സിന് വേണ്ടി, അങ്ങനെയുള്ള ഒരു ഗോൾ ആയിരിക്കും. ഇപ്പൊ ബിസിനസ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഫൗണ്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഓൾമോസ്റ്റ് അങ്ങനെ ഒരു ഗോൾ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ഗോൾ ഉണ്ടാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇവരുടെ സ്റ്റോറി മാത്രം പോരാ, നമുക്ക് കുറച്ചുകൂടെ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടി വരും. എല്ലാ കാര്യങ്ങളിലും എല്ലാ ആസ്പെക്ട്സിലും നമ്മൾ കുറച്ചുകൂടെ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ അതൊരു പേഴ്സണൽ ബ്രാൻഡ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റൂ. നമ്മൾ വെറുതെ പോയിട്ട് എന്റെ സ്റ്റോറി ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ റാൻഡം ഇൻസിഡൻസ് ലൈഫ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടി വരും. അതാണ് പേഴ്സണൽ ബ്രാൻഡിൽ ബിൽഡ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ പിന്നെ ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഓർമ്മിച്ച എന്തോ ഒരു കാര്യം മറന്നുപോയി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? സ്റ്റോറി പറഞ്ഞു. ഓക്കെ കിട്ടി. ഓക്കെ, ബാക്കി നെക്സ്റ്റ് കുറച്ച് എലമെന്റ്സ് കൊടുക്കാം.
ഇപ്പൊ നമ്മൾ ഒരു സ്ട്രാറ്റജൈസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ ബിസിനസ് ബ്രാൻഡിങ് ആണെങ്കിലും പേഴ്സണൽ ബ്രാൻഡിങ് ആണെങ്കിലും നമുക്ക് കുറച്ച് എക്സ്ട്രാ എലമെന്റ്സ് ഉണ്ട്. നമ്മുടെ സ്റ്റോറി അല്ലാണ്ട് കുറച്ച് എക്സ്ട്രാ എലമെന്റ്സ് വരുന്നുണ്ട്. നമ്മളെപ്പോഴും നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത് ആരെയാണോ, അതായത് നമ്മുടെ ഓഡിയൻസ്. ഈ ഓഡിയൻസ് നമ്മളുടെ ഫേസ് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോറി അല്ലെങ്കിൽ നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ ഇവർ ഓർത്ത് വെച്ചിട്ടുണ്ടാവണം, അവരുടെ മൈൻഡ്സിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബ്രാൻഡ് തീം, ബ്രാൻഡ് കളേഴ്സ്, ബ്രാൻഡ് ഡിസൈൻ, ഇതൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ കൂടുതൽ പ്രാവശ്യം നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു പെർട്ടിക്കുലർ കളർ നമ്മൾ കൂടുതൽ കാണുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ഇത് ഈ ബ്രാൻഡിന്റെ ആണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ കോണ്ടന്റ് ആണ് നമുക്കറിയാം. ഓരോരുത്തരുടെ സ്റ്റൈൽ ഉണ്ട്. ഇപ്പം സജിത്തിന്റെ വീഡിയോസ് കാണുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇത് സജിത്തിന്റെ വീഡിയോസ് ആണ്. എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവും, നമ്മുടെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ടാവും, നമ്മുടെ ഒരു സ്റ്റൈൽ ഉണ്ടാവും. അങ്ങനെ ഒരു സ്റ്റൈൽ, അത് ഡിസൈൻ വൈസ് ആണ് കൂടുതലും അങ്ങനെ വരിക. അങ്ങനെയുള്ള എലമെന്റ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഓഡിയൻസിന്റെ മൈൻഡിൽ അത് രജിസ്റ്റർ ആവും. അത് ഹെൽപ്ഫുൾ ആയിട്ട് ആവാറുണ്ട്. നമുക്ക് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റൈൽ എലമെന്റ്സ്, ബ്രാൻഡ് എലമെന്റ്സ് എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അത് കൂടുതലും ബിസിനസ് ബ്രാൻഡിലാണ്. പേഴ്സണൽ ബ്രാൻഡ്സിൽ അത് നെസസറി അല്ല, മാൻഡേറ്ററി അല്ല. കൂടുതലും ബിസിനസ് ബ്രാൻഡിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു USP ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു UVP ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ എനിക്കിപ്പോൾ ഒരു ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന സർവീസ് ഒരു 100 ആൾക്കാർ വേറെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ 100 ആൾക്കാരുടെ അടുത്ത് നിന്നും എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ എനിക്ക് സർവീസ് കിട്ടുള്ളൂ. സർവീസ് അല്ല, എനിക്ക് ലീഡ്സ് കിട്ടുള്ളൂ. ആ സർവീസ് ജനറേറ്റ് ചെയ്യാൻ എനിക്ക് ക്ലയൻസിനെ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനായിട്ട് നമുക്കൊരു USP ആവശ്യമാണ്, അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ അല്ലെങ്കിൽ യുണീക്ക് വാല്യൂ പ്രപ്പോസിഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ 100 ആൾക്കാർ അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ thousands ഓഫ് ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിർത്തിക്കുന്ന സാധനം എന്താണ് ആ ഒരു എലമെന്റ്, അത് നമ്മൾ കണ്ടുപിടിക്കുക. അത് നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കും. കാരണം അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാം. ഒരു പെർട്ടിക്കുലർ സംഭവമാണ്, ഇതാണ് നമ്മുടെ ഒരു USP അല്ലെങ്കിൽ UVP എന്ന് നമുക്ക് പറയാനുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. നമുക്ക് പിന്നീട് അത് സ്ട്രാറ്റജി വൈസ് ആണെങ്കിലും പിന്നീടുള്ള പ്രോസസ്സിലൊക്കെ നമുക്ക് ഈസിയാണ്. നമുക്ക് ആ ഒരൊറ്റ USP നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ മതി. അത് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മുടെ എല്ലാ സ്ട്രാറ്റജീസും നമുക്ക് ബിൽഡ് ചെയ്തെടുത്താൽ മതി. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ ബ്രാൻഡ്സിലെ USP ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയില്ല, മാൻഡേറ്ററി ഒന്നും അല്ല, പക്ഷെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കൊന്ന് പേഴ്സണൽ ബ്രാൻഡ്സിലെ USP എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്റ്റോറിയാണ്. അത്രയും യുണീക്ക് ആണല്ലോ, നമ്മുടെ സ്റ്റോറി ഒരിക്കലും വേറൊരാൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ USP, അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ UVP എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ, അടിപൊളി. ഇനി അടുത്തതായിട്ട് അശ്വതിയുടെ ഇൻസ്റ്റാഗ്രാം ബേസ്ഡ് ഒരു ചോദ്യമാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയാണ്, റീൽസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പം അതിനകത്ത് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇടുക, അതിനകത്ത് ചെറിയൊരു ക്രിയേറ്റിവിറ്റി വേണം, അതിനകത്ത് ഒരു ചെറിയ ഇന്നോവേഷൻ വേണം, ചെറിയൊരു സ്റ്റോറി. ഇപ്പം അശ്വതി പറഞ്ഞ കാര്യം തന്നെ അശ്വതി ചെയ്ത് ചെറിയ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇൻസ്റ്റാഗ്രാം പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് അശ്വതിയുടെ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാണ്. കൈൻഡ് ഓഫ് ബിസിനസ്, ഒരു സോളോപ്രനർഷിപ്പ് ആണ്, സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. ക്ലയൻസിനെ അട്രാക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നത് കൊണ്ട് അശ്വതിക്ക് നല്ലതാണോ അത് ബാഡായിട്ടാണോ, എന്താണ് അശ്വതിക്ക് തോന്നിയത്? എനിക്ക് ഭയങ്കര നല്ലതായിട്ടാണ് തോന്നിയത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഇൻസ്റ്റഗ്രാം നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇപ്പോൾ ഒക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും നമുക്ക് നന്നായിട്ട് ലെവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. നമ്മുടെ വർക്കിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ പാഷൻ പ്രോജക്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ ലെവറേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ്. ഇൻസ്റ്റഗ്രാം ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് മെയിനായിട്ട് എൻ്റെ ലീഡ് ജനറേഷൻ പർപ്പസിന് വേണ്ടി അല്ല ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ കുറച്ച് ക്രിയേറ്റീവാണ്. എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, ആ ഒരു വീഡിയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ആദ്യം ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നു, അത് പിന്നെ ഐഡിയേഷൻ സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അതൊരു ലാസ്റ്റ് ഒരു ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആ ഒരു പ്രോസസ്സ് എനിക്ക് ഇഷ്ടമാണ്. അത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്കിപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു
ക്ലിയർ കട്ട് സ്ട്രാറ്റജി കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എനിക്ക് ലീഡ് ജനറേഷൻ അല്ല എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അതെപ്പോഴും എൻ്റെ ഒരു Yeah. പാഷൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഞാൻ ഫ്രീ ആണ്. കുറച്ചുകൂടെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എനിക്ക് അതിനകത്ത് കുറച്ചുകൂടെ എനിക്ക് പറ്റുന്നുണ്ട്. അത് Yeah. ദാറ്റ് ഷോസ് മൈ പേഴ്സണാലിറ്റി. ഓഡിയൻസിലേക്ക് എൻ്റെ പേഴ്സണാലിറ്റി അത് കാണിക്കുന്നുണ്ട്. അത് കാരണം എനിക്ക് ലീഡ്സ് വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്ന്. പക്ഷെ എന്നാലും അതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കിട്ടുന്നത് കൊണ്ട്, ഒരു ലോട്ടറിയാണത്. പക്ഷെ എന്നാലും എനിക്ക് എന്താണ് എൻ്റെ ഒരു പേഴ്സണാലിറ്റി കാണിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ സ്കിൽസ് കാണിക്കാൻ പറ്റുന്നുണ്ട് അതിനകത്ത്. എൻ്റെ വർക്ക്, എൻ്റെ ലൈഫ് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്താണെന്നുള്ളത് കാണിക്കുന്നത്. ജസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഇല്ല അതിനകത്ത്. ഞാൻ ജസ്റ്റ് ഡോക്യുമെന്റ് ചെയ്യുകയാണ്, എൻ്റെ ലൈഫ് ജേർണി ഡോക്യുമെന്റ് ചെയ്യുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് യൂസ് ആവുന്നുണ്ട് അതിനകത്ത്. ഇപ്പൊ ഞാൻ എനിക്ക് എപ്പോൾ ഒരു വീഡിയോ ഇട്ടാലും എനിക്ക് എപ്പോഴും കുറെ മെസ്സേജസ് വരും. എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരണം, പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പൊ എന്റെ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ ആൾക്കാരുടെ ലൈഫിൽ അതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എനിക്ക്. കുറെ ആൾക്കാർക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗം. ഇതൊക്കെ എനിക്ക് കോണ്ടന്റ് ക്രിയേഷൻ. പിന്നെ ഇപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് കിട്ടിയത് നമ്മൾ കണക്റ്റഡ് ആയി ഇൻസ്റ്റഗ്രാമിൽ കൂടെ തന്നെയാണ് നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിപ്പം ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും, ഇൻസ്റ്റഗ്രാം ആണെങ്കിലും, ലിങ്ക്ഡിൻ ആണെങ്കിലും, ട്വിറ്റർ ആണെങ്കിലും, ഫേസ്ബുക്ക് ആണെങ്കിലും, എല്ലാ സോഷ്യൽ മീഡിയയിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും നല്ലതാണ്. എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഒരു നല്ലൊരു ഡിസിഷനാണ് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് ഇൻസ്റ്റഗ്രാമിൽ. അത് എപ്പോഴും നല്ലത് തന്നെയാണ്. അത് ഇനിയാണെങ്കിലും ആരെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഡൗട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനും ഒരു ഡൗട്ടിലായിരുന്നു, എങ്ങനെയാണ് ഇത് ചെയ്യണോ, ഇത് വേണോ, ആൾക്കാരെങ്ങനെ ജഡ്ജ് ചെയ്യും, അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് നമ്മൾ പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർ ജഡ്ജ് ചെയ്യും. നമ്മൾ നല്ല കാര്യം ചെയ്താലും നമ്മൾ മോശം കാര്യം ചെയ്താലും പീപ്പിൾ വിൽ ജഡ്ജ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവര് ജഡ്ജ് ചെയ്തോട്ടെ ഒരു സൈഡിൽ നിന്ന്, നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. വേറെ കുറെ ആൾക്കാര് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അത് തന്നെയല്ലേ നമുക്ക് വലുത്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ആരെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണെങ്കിൽ റൈറ്റ് നൗ ചെയ്ത് തുടങ്ങാം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ചുകൂടെ നമുക്ക് എങ്ങനെയാണ്, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ലൈഫ് ഒന്ന് ഡോക്യുമെന്റ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഒരു വ്യത്യാസം മനസ്സിലാവും. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിലാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ഒരു എക്സ്പോഷർ കിട്ടും. അല്ലാതെ ഒരു പ്രോപ്പറായിട്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ലീഡ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ടോ പൈസ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല. അപ്പോൾ കുറച്ചുകൂടെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. നമുക്ക് എന്തും പറയാം, എന്തും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം, നമ്മുടെ കഴിവുകളെ എക്സ്പോസ് ചെയ്യാം, നമുക്ക് അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റുകൾ കാണിക്കാം. ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൂ ഇൻസ്റ്റഗ്രാം കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. എങ്ങനെ വേസ് നോക്കിയാലും നല്ലതാണ് ഇൻസ്റ്റഗ്രാം. കറക്റ്റാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ആളുകൾ ജഡ്ജ് ചെയ്യും. ആ പോയിന്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പം ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ടെൻഷനും അതായിരുന്നു. ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ ഇടുമ്പോൾ ദൈവം എൻ്റെ വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ഫ്രണ്ട്സ് എന്ത് പറയും, ഒരു കളിയാക്കും, അത് ചെയ്യും. ആ ഒരു മെന്റൽ പ്രഷർ ഭയങ്കര ഹ്യൂജ് ആണ്. പക്ഷെ നമ്മളത് ചെയ്ത് ഇപ്പോൾ പീപ്പിൾ ഡോണ്ട് കെയർ. ആളുകളെല്ലാവരും അവരവരുടെ ലൈഫിൽ തിരക്കിലാണ്. ആളുകൾ കൂടി വന്നൊരു 5 മിനിറ്റ് നമ്മളെ പറ്റി ജഡ്ജ്മെന്റ് പറയും, നല്ലതോ ചീത്തയോ. കൂടുതലും ചീത്തയായ കാര്യങ്ങളായിരിക്കും, കളിയാക്കലുകളായിരിക്കും ഉണ്ടാകുന്നത്, എങ്കിലും നല്ല കാര്യങ്ങൾ പറയുന്ന ആളുകളും ഉണ്ട്. അപ്പം അത്രേ ഉള്ളൂ. 5 മിനിറ്റ് ആണ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിയലൈസേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇത് തുടങ്ങിയ കാരണം എൻ്റെ ലൈഫിൽ എനിക്കിതിൽ നിന്ന് വലിയ ഫെയിമൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കൊരു പേഴ്സണൽ റുട്ടീൻ ബിൽഡ് ചെയ്യണം, പേഴ്സണൽ ഡെവലപ്മെന്റ് വേണം. അതെനിക്ക് ഈ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ലഭിച്ചത്. ഇപ്പം നിങ്ങളെ പോലെയുള്ളത്, ഇപ്പൊ അശ്വതി അല്ല, വേറെ ഒരുപാട് നല്ല ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റിയത്, ഇപ്പൊ ക്രിയേറ്റർ അല്ലെങ്കിൽ വേറെ ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയതും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാനും അശ്വതി അത് കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു. ഇനി അവസാനമായിട്ട് എൻ്റെ ഒരു ചോദ്യം എന്ന രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. മേ ബി 1-2 ചോദ്യം അഡീഷണൽ ചോദിക്കാം, ഡിപ്പെൻസ്. പക്ഷെ അവസാനമായിട്ട് എനിക്ക് അശ്വതിയോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കേട്ടുകൊണ്ടിരിക്കുന്ന പല ടൈപ്പ് ആളുകളുണ്ടാവും. ഇപ്പൊ +1 +2 കഴിഞ്ഞ കുട്ടികളുണ്ടാകും, സ്റ്റുഡൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളുണ്ടാകാം, അല്ലെങ്കിൽ പഠിച്ചിട്ട് ജോബ് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുണ്ടാകാം, അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാകാം. അപ്പം ഇങ്ങനെയുള്ള ആളുകളോട് അശ്വതിയുടെ രീതിയിൽ, അശ്വതിയുടെ ലൈഫിൽ നിന്ന് അശ്വതിക്ക് ഒരുപാട് ചേഞ്ചസ് അശ്വതി തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. ഇപ്പൊ അശ്വതിയുടെ ഒരു ഏജിൽ അശ്വതി ചെയ്യുന്ന കാര്യങ്ങൾ
ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. കാണുന്ന പോലെ എളുപ്പമല്ല അത്. അത് പിന്നെ എനിക്കും ഇങ്ങനത്തെ ഒരു തോന്നലൊക്കെ വരാൻ കുറെ സമയം എടുത്തിട്ട്, നമുക്ക് ഒരുപാട് അപകർഷതാബോധമൊക്കെ മനസ്സിലോ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അശ്വതി എല്ലാം മാറ്റി വെച്ച് സ്വന്തം ഫേസ് കാണിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ഇടുന്നു, ലിങ്ക്ഡിൻ ബേസ് ഫ്രീലാൻസർ ആയിട്ട് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്ത് ഒരു ബിസിനസ് ഓളോപ്രൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനൊക്കെ ഒരുപാട് മെന്റാലിറ്റി, ഒരു മൈൻഡ് സെറ്റ് എന്നുള്ളൊരു സാധനം ഭയങ്കര വലുതാണ്. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിന് അശ്വതിയുടെ സൈഡിൽ നിന്ന് ഒരു നല്ലൊരു അഡ്വൈസ് പറയാനാണെങ്കിൽ അതെന്തായിരിക്കും? എന്റെ സൈഡിൽ നിന്ന് ഒരു അഡ്വൈസ് പറയാനാണെങ്കിൽ, നമ്മുടെ ചുറ്റിനും നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ എന്ന് കരുതി ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, എല്ലാം നമ്മുടെ അടുത്തേക്ക് വന്നോളൂ, നമുക്ക് വരാനുള്ളതാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ ഇരിക്കുകയുള്ളൂ. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ചേസ് ചെയ്യാം. അത് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വർക്ക് ചെയ്യുക. നമ്മൾ അതിന് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് വർക്ക് ചെയ്യാണ്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ സമയമാകുമ്പോൾ എനിക്കുള്ളതാണെങ്കിൽ വന്നോളും എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അത് വരില്ല. നമ്മൾ തന്നെ ആ ഒരു എഫേർട്ട് എടുക്കണം. അതൊന്നാമത്തെ കാര്യം. പിന്നെ പല ആൾക്കാരും ഉള്ളിലൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടാവും. അത് പലപ്പോഴും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നീട് റിഗ്രറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് എന്തുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ, ചെറിയ രീതിയിലാണെങ്കിലും ഒന്ന് ട്രൈ എങ്കിലും ചെയ്യുന്നതല്ലേ. നമുക്ക് നമ്മുടെ പാഷനിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ, നമുക്ക് ഇഷ്ടത്തോടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചെങ്കിലും അങ്ങനെ നമുക്ക് ട്രൈ എങ്കിലും ചെയ്യാം. അറ്റ്ലീസ്റ്റ് അത് വർക്ക്ഔട്ട് ആവണം എന്നില്ല, എല്ലാവർക്കും ചിലപ്പോൾ വർക്ക്ഔട്ട് ആവണമെന്നില്ല. പക്ഷെ വർക്ക്ഔട്ട് ആയാലോ, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാവുക. എപ്പോഴും ട്രൈ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ട്രൈ ചെയ്യുക, നോക്കുക. നമുക്കറിയില്ല അത് വർക്ക് ആവോ ഇല്ലേ എന്നുള്ളത്. അത് ഒരു കാര്യം. പിന്നെ വേറെ എന്താണ് കാര്യം? ഒരു മിനിറ്റ്, പിന്നെ എനിക്കൊന്നുമില്ല പറയാൻ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. എന്താ പറയാ, ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, പറയാം. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. പിന്നെ കുറേ ആൾക്കാര് എന്ത് കാര്യമാണെങ്കിലും, ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും, എനിക്ക് ഒരു റൈറ്റ് എക്യുപ്മെന്റ് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഫോൺ വേണം, എനിക്ക് ഇന്ന ലൈറ്റിംഗ് വേണം, ഇതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കോണ്ടന്റ് ക്രിയേഷന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മൾ കുറേ നാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയുള്ളൂ. നമുക്ക് ഒരിക്കലും പെർഫെക്ഷൻ എന്ന് പറയുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്നത്, പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്കത് പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല. അപ്പോഴും അവിടെ ഒരുപാട് മിസ്റ്റേക്സും ഒരുപാട് ഇംപെർഫെക്ഷൻസും ഫ്ലോസും ഉണ്ടാവും. അപ്പം നമ്മൾ പെർഫെക്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്ട് നമുക്കുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതായിരിക്കും എപ്പോഴും ബുദ്ധിമുട്ടുള്ളത്. എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിരിക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് എടുത്ത് നോക്കൂ. ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പിന്നീടുള്ള സ്റ്റെപ്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നീടുള്ള സ്റ്റെപ്സ് നമുക്ക് സ്മൂത്ത് ആവും. അതാണ്. അപ്പോ ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മുടെയൊക്കെ എൻ്റെയും സെയിം ടൈപ്പ് ഓഫ് തോട്ട്സ് തന്നെയാണ്. സെയിം ചെയ്യുന്നതുകൊണ്ടുള്ള സെയിം അഡ്വൈസ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അശ്വതി സത്യം പറഞ്ഞാൽ പറഞ്ഞത്. എല്ലാവരും വെയിറ്റ് ചെയ്യാതെ, നിങ്ങൾ സമയം കളയാതെ ഇഷ്ടമുള്ള പാഷനെ ഫോളോ ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. ഇപ്പം ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ഞാനത് ചെയ്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇത് ചെയ്ത് വർക്കൗട്ട് ആയില്ലെങ്കിൽ പോലും ലൈക്ക് ഒരു അശ്വതി പറഞ്ഞ 50 വയസ്സാകുമ്പോൾ ഞാനത് ട്രൈ ചെയ്തതാണ്. അറ്റ്ലീസ്റ്റ് അപ്പൊ അതാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ അവസാനമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെ എന്നാലും എനിക്ക് ഒരു കാര്യം കൂടെ എന്നപ്പം അശ്വതി ഇപ്പൊ എനിക്കൊരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം നമ്മള് ഈ ഒരു ടോക്കിൽ നമുക്ക് മിസ് ചെയ്ത ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തത്, അശ്വതി ഇപ്പൊ പല ക്ലയൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ബിസിനസ് ബ്രാൻഡിങ് ആണോ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, അതോ പേഴ്സണൽ ബ്രാൻഡിങ്സ് ആണോ അശ്വതി ചെയ്യുന്നത്? ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ് ആണ് ചെയ്യുന്നത്. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിസിനസ് ബ്രാൻഡിങ് അതിനകത്ത് വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഫുള്ളി ബിസിനസ് ബ്രാൻഡിങ് അല്ല ഞാൻ ചെയ്യുന്നത്. പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നു. പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ ഒരു ഫൗണ്ടറിന്റെ ബ്രാൻഡിങ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടറിനെ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡാക്കി എടുക്കുന്നു. ആൻഡ് ഇൻ ടേൺ ഈ ഒരു
പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് ലീഡ്സ് ജനറേറ്റ് ആവുന്നു. അങ്ങനെയാണ്. ഓക്കെ. Yes. ഇത് ഒരുപാട് ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള, ഞാൻ ഇങ്ങനത്തെ സാധനം ഞാൻ ഫസ്റ്റ് വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇതിന് ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ടോ? അശ്വതിക്ക് ഇപ്പോൾ ക്ലയൻസ് വരുന്നത് എങ്ങനെയാണ്? ലൈക്ക് അശ്വതിക്ക് ഒത്തിരി പേരെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്, അശ്വതിയുടെ വർക്കിന്റെ ഒരു ചിലർ ടെസ്റ്റിമോണിയൽ എന്നൊക്കെ പറയും, ഇന്ന ആൾ ഇന്ന രീതിയിൽ വർക്ക് ചെയ്ത് അപ്പൊ അവർ റെഫർ ചെയ്തിട്ട്, അങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്ക് ഫ്ലോ. യെസ്, റെഫറൽസ് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിലും റെഫറൽസ് ഒത്തിരി വർക്ക് ചെയ്യാറുണ്ട്. എനിക്ക് ബേസിക്കലി എനിക്ക് ഇൻബൗണ്ട് ആയിട്ടാണ് വരുന്നത്. ഞാൻ ലിങ്ക്ഡിനിൽ ആക്റ്റീവായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലിങ്ക്ഡിനിൽ എനിക്ക് ഇൻബൗണ്ട് ലീഡ്സ് ആയിട്ടാണ് കൂടുതലും വരുന്നത്. ഔട്ട്റീച്ച് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് ഔട്ട്റീച്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഔട്ട്റീച്ച് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഏത് സർവീസ് പ്രൊവൈഡർ ആണെങ്കിലും ഫ്രീലാൻസർ ആണെങ്കിലും ഔട്ട്റീച്ച് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ഔട്ട്റീച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ എനിക്ക് ഇപ്പോൾ റൈറ്റ് നൗ എനിക്ക് എപ്പോഴും ഇൻബൗണ്ട് ലീഡ്സ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ റെഫറൽസും വരാറുണ്ട്. നമുക്ക് റെഫറൽസ് ഭയങ്കര പവർഫുൾ ആണ്. കാരണം നമ്മൾ ഒരാൾ പറയുകയാണ് നമ്മൾ ഇന്ന നല്ല വർക്ക് ചെയ്തു എന്നുള്ളത്. അപ്പൊ അതിനൊരു എക്സ്ട്രാ പവറാണ്, ഭയങ്കര പവർഫുൾ ആയിരിക്കും അത്. നമ്മൾ ഒരാളുടെ വാലിഡേഷൻ കിട്ടിയാൽ അങ്ങനെയാണ്. അയ്യോ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തോ ഇപ്പൊ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് നമ്മൾ വേറെന്തെങ്കിലും അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ചോദിച്ചത് ഇപ്പം ക്ലയൻസ് എങ്ങനെ, അല്ല ഞാൻ ഇത് തന്നെ ചോദിച്ചാ, ക്ലയൻസ് എങ്ങനെയാണ് വർക്ക് ഫ്ലോ, പൊട്ടൻഷ്യൽ ഉണ്ടോന്ന് ചോദിച്ചതാ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ടോന്ന് ചോദിച്ചാല് ഓഫ് കോഴ്സ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ബിസിനസ്സുകൾ നമ്മൾക്കറിയാം. നമ്മുടെ ഈ ഫൗണ്ടറിന്റെ സ്റ്റോറി കൊണ്ട് മാത്രം ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത ഒരുപാട് ബിസിനസ്സുകൾ നമുക്കറിയാം. അത് കാരണം ഓഡിയൻസുമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ കസ്റ്റമേഴ്സുമായിട്ട് കൺസ്യൂമേഴ്സുമായിട്ട് ഒരു റീകണക്റ്റിംഗ് വന്നു. എന്റെ മോനെ, നിന്റെ ഈ പാവത്ത സ്വഭാവം ഒന്ന് മാറ്റണം. ഇപ്പൊ പോയി, ഇപ്പൊ കറക്റ്റ് ആയി. പറഞ്ഞു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. ഓക്കെ, പൊട്ടൻഷ്യലോടെ പറഞ്ഞു. പേഴ്സണൽ ബ്രാൻഡിങ്ങിന് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ പല ബിസിനസ്സുകളും ഫൗണ്ടറിന്റെ സ്റ്റോറിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അത് കാരണം ആ ഒരു സ്റ്റോറി കാരണം ഓഡിയൻസിനെ അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനെ ഇമോഷണലി കണക്ട് ചെയ്ത ഒരുപാട് ബിസിനസ്സുകൾ നമുക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിലും ഒരുപാട് ബ്രാൻഡ്സ് അങ്ങനെയുണ്ട്. നമ്മൾ ചുറ്റിനുള്ള പല ബ്രാൻഡ്സും അങ്ങനെയാണ്. നമ്മൾ ആ ഒരു സ്റ്റോറിയിൽ കണക്റ്റഡ്, ബ്രാൻഡ് സ്റ്റോറി അല്ലെങ്കിൽ ഫൗണ്ടറിന്റെ സ്റ്റോറി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഉള്ള ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പോ പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഇനി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ ഫൗണ്ടേഴ്സിന്റെ പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്. അല്ലാതെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഫേസ് ഇല്ല, ഒന്നുമില്ല. ഒരു ലോഗോയും ചിലപ്പോൾ ഒരു കളറും ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ ഒരു ഫൗണ്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫേസ് ഉണ്ട്, ഒരു ഹ്യൂമൻ ബീങ് ആണ്. എപ്പോഴും ആൾക്കാർക്ക് എപ്പോഴും ബിസിനസ് ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും പീപ്പിൾ ലവ് പീപ്പിൾ. അപ്പൊ പീപ്പിൾ അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്ററാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ പേഴ്സണൽ ബ്രാൻഡിങ് ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് തിങ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ്. കറക്റ്റ് ആണ്. അത് അശ്വതി പറഞ്ഞാൽ ഞാൻ വാലിഡേറ്റ് ചെയ്യുന്നു. കാരണം ഞാൻ ഇതിനെപ്പറ്റി ഞാൻ ബിസിനസ് റിലേറ്റഡ് ഒത്തിരി കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ബിസിനസ്മാനാണ് അലക്സ് ഹോർമോസി. സ്വന്തമായിട്ട് ഒരു ജിം ബിസിനസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അയാൾക്ക് ഫേസ് ഇപ്പം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഇവൻച്വലി അയാളുടെ ഒരു ഫ്രണ്ട്, ഹീസ് ഓൾസോ ബിസിനസ് മാൻ, ഹി ഹാസ് പേഴ്സണൽ ബ്രാൻഡിങ്, സ്വന്തമായിട്ട് പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ട്. അപ്പം അലക്സിനോട് പറഞ്ഞു, അലക്സ് നീ എന്തുകൊണ്ടാണ് നീ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാത്തത്? അപ്പൊ അലക്സ് പറഞ്ഞു, എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഫേസ് ഒന്നും കാണിക്കാൻ എനിക്ക് താല്പര്യമില്ലല്ലോ, ഐ എം ഹാപ്പി വിത്ത് മൈ ബിസിനസ് എന്ന് പറഞ്ഞു. പക്ഷെ അലക്സ് പറഞ്ഞു ആ ഫ്രണ്ട് എന്നെ ഒത്തിരി നിർബന്ധിച്ചു. അലക്സ് സ്റ്റാർട്ട് ചെയ്തു, അലക്സ് ഹോർമോസി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അലക്സ് ഹോർമോസി ഇപ്പൊ പറയുന്ന ഏറ്റവും വലിയ കാര്യം, അന്ന് എന്റെ ആ ഫ്രണ്ട് എന്നെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടി നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ബിസിനസ് അല്ലെങ്കിൽ എന്റെ ഗ്രോത്ത് ഇത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്നില്ല, ഫോർ ഷുവർ. കാരണം പുള്ളി സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തു, യൂട്യൂബിൽ വീഡിയോസ് ഇട്ടു, ഇൻസ്റ്റാഗ്രാമിൽ വന്നു, പുള്ളി ട്വിറ്ററിൽ ഇട്ടു. ആൻഡ് പുള്ളി പറഞ്ഞ ആ ഒരു ഫേസ് വാല്യൂ കൊണ്ട്, ഒരു പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ട് he achieved like 10 times growth എന്നാണ് പുള്ളി പറഞ്ഞത്. ആ ഫേസ് കാണിച്ചുകൊണ്ട് പീപ്പിൾ നോ ദാറ്റ്സ് ഹോർമോസിസ്, ഹോർമോസിയാണ്, ലൈക് പീപ്പിൾ വാല്യൂ ദാറ്റ് പേഴ്സൺ. ആ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് പുള്ളിയുടെ ബിസിനസ് 10 times ആണ് ഗ്രോ ചെയ്തത്. അപ്പൊ ഞാനത് പുള്ളിനെ പറ്റിയിട്ട് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടൊരു കാര്യമാണ്. അപ്പം സത്യമായിട്ടുള്ള കാര്യമാണ് പേഴ്സണൽ ബ്രാൻഡിങ് ബിസിനസ് ആയിട്ട്. ഇപ്പൊ ഒരു ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഏതൊരാളെടുത്ത് അവരോട് ചോദിച്ചു നോക്കിയാലും അലക്സ് ഹോർമോസിനെ അറിയില്ലേ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് ആരും പറയില്ല. ഞാനൊക്കെ ബിഞ്ച് ചെയ്തിട്ടുണ്ട് ആളുടെ വീഡിയോസ് ഒക്കെ. അത്ര കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പറ്റുന്നുണ്ട്. അതിലൂടെ ആൾക്ക് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ആൾക്ക് ആളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുത്തു, നമുക്കാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും പറ്റിയിട്ടുണ്ട്.
അതാണ് പേഴ്സണൽ കറക്റ്റ്. ബ്രാൻഡിങ്ങിന്റെ ഒരു പവർ. ഓക്കെ. അപ്പം ഒത്തിരി ഒത്തിരി വാല്യൂസ്, ഒത്തിരി കാര്യങ്ങൾ ഫ്രീലാൻസിങ്ങിനെ പറ്റി പറഞ്ഞു, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ടൈപ്സിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ഒരു കണ്ടന്റ് പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് ഇതിനെപ്പറ്റി പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിനെ പറ്റി പറഞ്ഞു, ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ, ഇതെല്ലാം ഇപ്പോഴത്തെ കാലത്തെ ഒത്തിരി ഇപ്പോഴത്തെ യങ് ജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വളരെ ഓണസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, വളരെ ഓണസ്റ്റ് ആയിട്ടാണ് അശ്വതി കാര്യങ്ങൾ പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അല്ലാതെ യാതൊരുവിധ രീതിയിലുള്ള ഒരു വേറൊരു മാർക്കറ്റിംഗ് അവിടെ നടത്താനായിട്ട് അശ്വതി ശ്രമിച്ചിട്ടില്ല. ഇത്രയും ഓണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്ന അശ്വതിയോട് സ്പെഷ്യലായിട്ടുള്ള താങ്ക് യു ഞാൻ പറയുന്നു. ഈ വീഡിയോ Thank you. കണ്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിന് ഇതിൽ നിന്ന് എന്തെങ്കിലും വാല്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്, ഇത് ഞങ്ങൾക്ക് ഇത് മനസ്സിലായില്ല, ഈ കാര്യങ്ങളെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതും കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നേരിട്ട് അശ്വതിയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കണം, ഫ്രീലാൻസർ ആകാൻ വേണ്ടിയിട്ട് താല്പര്യം, ഒരു മെന്ററായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അശ്വതി തീർച്ചയായിട്ടും വളരെ ഹാപ്പി ആയിട്ട് എന്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ അശ്വതിനെ Sure. റീച്ച് ഔട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ എന്നെ ബേസ്ഡ് കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതും കമന്റ് ചെയ്യാം. അപ്പൊ അശ്വതി എന്തായാലും ഇത്രയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഈ ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്യാൻ ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടായി, അതും നമ്മൾ അക്കംപ്ലിഷ് ചെയ്തു. അതെല്ലാം മാറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്ന അശ്വതിക്ക് ഞാൻ ഒന്നുകൂടെ താങ്ക്സ് പറയാണ്. അപ്പം താങ്ക് യു സോ മച്ച്. എന്നെയും ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് വിജയകരമായി പൂർത്തീകരിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അതെ, ഓക്കെ. താങ്ക് യു സോ മച്ച്. ഒന്നുകൂടെ ഈ ഓപ്പർച്യൂണിറ്റി തന്ന ശ്രുതിക്ക് ഞാൻ ഒത്തിരി താങ്ക് യു പറയുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വാല്യൂ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ എല്ലാവരെയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വൺസ് അഗെയിൻ സജിത് സൈനിങ് ഔട്ട് വിത്ത് അശ്വതി. ടേക്ക് കെയർ, ബൈ. സ്റ്റോപ്പ് ചെയ്യാം അശ്വതി, സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ.